ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആരാണ്? പേര് പറയൂ. എന്റെ പേര് നൗഫൽ എന്നാണ്. നൗഫൽ. യെസ്. വിശ്വാസിയാണോ? വിശ്വാസിയാണ്. ഇസ്ലാം മത വിശ്വാസമൊന്നുമല്ല. പിന്നെന്ത് വിശ്വാസമാണ്? ക്രിസ്തീയ വിശ്വാസം ആയിക്കോട്ടെ. ക്രിസ്തീയ വിശ്വാസമാണ്. ഓ, അത് ശരി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും. ഓക്കെ, പറഞ്ഞോളൂ. എന്താ ഞാൻ ഒന്നുമില്ല. ഞാൻ വിളിക്കണം തോന്നി വിളിച്ചു. കുറെ വിചാരിക്കുന്നു. ഇപ്പൊ നമ്പർ ഒന്ന് കണ്ടപ്പോ സേവ് ചെയ്ത് വിളിച്ചതാ. വളരെ നല്ല കാര്യം. ലൈവാണ്, സംസാരിച്ചോളൂ. ഞാന് നിങ്ങളുടെ പ്രോഗ്രാമൊക്കെ കാണാറുണ്ട്. അപ്പം ഇത്ര ധൈര്യത്തോടു കൂടി മുന്നോട്ട് വന്ന് ഇതൊക്കെ ഇങ്ങനെ ഇപ്പൊ പബ്ലിക്കിലുള്ളൊരു ഇത് ഇന്നലെ ഞാൻ കണ്ടു. ഒരു ഡിബേറ്റ് പോലെയുള്ള ഒരു സംഭവം പബ്ലിക്കായിട്ടുള്ള പ്രോഗ്രാം ഇന്നലെ ചെയ്തില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച നിങ്ങൾ എന്ത് ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങിപ്പോന്നുള്ളതാണ്. അതൊരു ധൈര്യം നിങ്ങളൊക്കെ ഉണ്ടല്ലോ കൂടെ. അല്ല, കൂടെ നമുക്കുള്ളതല്ല, എന്നാലും പറയാ ഈ ഇതൊന്നും തലയിൽ കയറാത്ത ആളുകളുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഇത് പറയുന്ന സമയത്തുള്ള ആ ഒരു അവസ്ഥ നമ്മളങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പാടുണ്ടോ? അണ്ടർഎസ്റ്റിമേറ്റ് അല്ലല്ലോ. ഒരു നല്ല രീതിയിൽ ചിന്തിക്കാനും മനസ്സിലാവുന്ന കാര്യങ്ങൾ പോലും ആ രീതിയിൽ ചിന്തിക്കുന്നില്ലല്ലോ. കുറെയൊക്കെ ചിന്തിക്കുന്നില്ലേ? ഇപ്പൊ മറ്റു സംസ്ഥാനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളം ഒരുപാട് മുന്നിലല്ലേ? അത് കേരളത്തില് ഉള്ള കുറച്ച് ചിന്തിക്കാൻ കഴിവുള്ളവർ ചിന്തിക്കുന്നുള്ളൂ. ഈ മതം തലക്ക് പിടിച്ചവർ ചിന്തിക്കുന്നില്ലല്ലോ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവുള്ളതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളതാണ് ബേസിക് പൊസിഷൻ. അതാണ് നമ്മളുടെ ബേസിക് പൊസിഷൻ. ആ പൊസിഷനിൽ നിന്നേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അല്ലാതെ എല്ലാവരും മണ്ടന്മാരാണ്, നമുക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, നമുക്ക് മാത്രമേ ചിന്തിക്കാനുള്ള കഴിവുള്ളൂ, നമുക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാകാനുള്ള കഴിവുള്ളൂ എന്ന് നമ്മൾ ചിന്തിച്ച് തുടങ്ങിയാൽ പണിയാണ്, ബുദ്ധിമുട്ടാവും. അത് പറ്റില്ല. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അല്ല, ഞാൻ നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നല്ല പറഞ്ഞത്. ഇതാണ് പൊതുവേ നമ്മളെ നാട്ടിൽ കാണുന്നത്. ഇപ്പോൾ രാഷ്ട്രീയക്കാരായാലും പൊതുവേ നമ്മളെ ആളുകളെല്ലാവരും ചിന്തിക്കുന്ന ഒരു രീതിയാണത്. ഇപ്പോൾ ഈ പാറ്റർനൈസിങ് സ്വഭാവം ആര് കാണിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെയും ഒരു കാരണമാണ് ഈ പറയുന്നത്. ഇപ്പോൾ ഇടതുപക്ഷമൊക്കെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്ന ഒരു രീതിയാണത്. നമ്മൾ പറഞ്ഞാലേ അവർക്ക് കാര്യം മനസ്സിലാവും. അതിന് പച്ചയ്ക്ക് പറഞ്ഞ എന്താണ് സോഫ്റ്റ് ബിഗോട്ടറി ഓഫ് ലോ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. നമ്മളുണ്ടെങ്കിലേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളാണ് അവർക്ക് വേണ്ടി ചിന്ത ഔട്ട്സോഴ്സ് ചെയ്യുന്നതെന്നുള്ളൊരു ധ്വനി, നമ്മളാണ് അവരുടെ പ്രൊട്ടക്ടേഴ്സ് എന്ന് പറയുന്നൊരു ധ്വനി, ഇത് നമ്മൾ ആദ്യം ഒഴിവാക്കണം. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയ ഒരു ഡോസിൽ കൊടുത്ത് നമ്മളിതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. ഇതൊരു ഡീസെൻസിറ്റൈസേഷനാണ് അവിടെ നടക്കുക. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഇതൊക്കെ ഈസി ആവുന്നേ. ഇപ്പോൾ ഇന്ന് നമ്മൾ ഹിന്ദുമതത്തെ വിമർശിക്കുന്നു, ഹിന്ദുമതത്തെ കളിയാക്കിക്കൊണ്ട് ഇവിടെ സിനിമകൾ പിടിക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു. പക്ഷേ ഒരു 10-70 വർഷം മുന്നേ അത് സാധിക്കുമായിരുന്നു. അപ്പോൾ അന്ന് ഉള്ളതും ഇന്നുള്ളതും തമ്മിൽ വ്യത്യാസം വന്നില്ലേ? അത് ഓൾ ഇന്ത്യ ലെവലിൽ വ്യത്യാസം വന്നില്ലേ? കേരളത്തിൽ മാത്രമാണ് വ്യത്യാസം വന്നത്. അപ്പൊ ആ വ്യത്യാസം അത് വരും. അതപ്പോൾ എല്ലാത്തിലും വരും, അത് ഇതിലും വരും. അതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ഈ സംസാരിക്കുന്ന വിഷയത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ഇതുവരെ ഇങ്ങനെ ഒരു സംഭവത്തിന് തുറന്നിടപ്പെടാത്ത ഒരു വിഷയമായിരുന്നു. ഇതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. ഒന്നാമത് ഇത് വേറെ ഭാഷയിലായതുകൊണ്ട്. ഇത് പരിഭാഷയ്ക്ക് ഇപ്പോഴല്ലേ വന്നത്, ഇന്നിപ്പോൾ എല്ലാ ആളുകൾ കയ്യിലേക്ക് ഇതൊക്കെ കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ അത് പറയുമ്പോൾ ഒരു മേ ബി ഒരു 10-12 വർഷമായിട്ട് ആളുകൾ കൂടുതൽ ഇത് സംസാരിക്കുന്നൊരവസ്ഥ വരികയാണ്, പ്രത്യേകിച്ച് ജോസഫുമാരുടെ കൈവെട്ട് കേസൊക്കെ വന്നതിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് ആളുകളത് കേൾക്കുമ്പോൾ, നിങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് അത് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് അതൊരു എന്തോ ഒരു ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള സാധനമായിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ്. ഇതൊരു തോന്നലാണ്. അപ്പോൾ അത് നമ്മൾ കൂടുതൽ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഈ പറഞ്ഞ ഭയം ഇല്ലാതെയാക്കാനുള്ള വഴി. അല്ലാതെ ആ ഭയത്തിൻ്റെ പേരിൽ നമ്മൾ ചെയ്യാതിരുന്നാൽ ഇത് എന്നും ഒരു ഭയമായിട്ട് നിലനിൽക്കാനുള്ള അവസ്ഥയാണ് ഉണ്ടാവുക. ഇപ്പം നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ചിന്ത മാറ്റി പറയാൻ ആയോ? തുടക്കത്തിലുള്ള പേടിയുണ്ടോ? എനിക്ക് നല്ല ഭയമുണ്ടുള്ള കാര്യം പറയല്ല. കാരണം ഞാൻ ഈ ഒരു വിശ്വാസത്തിലും നല്ല രീതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് പോയിക്കൊണ്ട് ഇരുന്ന പോലെ തന്നെ പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. പിന്നെ എങ്ങനെ ക്രിസ്തുമതത്തിലെത്തി? ക്രിസ്തുമതം പറഞ്ഞ ഇതിനെ കുറിച്ച് ഇപ്പം സ്വയമായിട്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഉത്തരം കിട്ടാത്ത കാര്യം, അതായത് നമുക്ക് ഉത്തരം ഇല്ലാത്തല്ല, ചെയ്യുന്നതൊക്കെ ഒരു അബദ്ധം തോന്നിയപ്പോ അതിനെ കുറിച്ച് പഠിക്കാൻ തോന്നി. അങ്ങനെ ചെയ്ത സമയത്ത് ഇസ്ലാമിലുള്ള കുറെ കാര്യങ്ങൾ സ്വയമായിട്ട് അന്നൊന്നും ആരും പറഞ്ഞു തരാനും മനസ്സിലാക്കാനൊന്നും ഇതുപോലെ ഇല്ല. അപ്പൊ ആ ഒരു സമയത്ത് സ്വന്തമായിട്ട് കുറെ കാര്യങ്ങൾ അങ്ങനെ സ്വയം മാറിയതാണ്. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സമൂഹത്തിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നു പല രീതിയിലും.
അപ്പൊ അത് ഒരു വലിയൊരു വിഷയമാണ്. കാരണം ഞാൻ കണ്ടിടത്തോളം പലരെയും കുടുംബജീവിതം തകർത്തും കൊണ്ടിരിക്കുന്നത് പോലും ഈ മതമാണ്. ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയില്ല കുറെ ആളുകൾക്ക് അത് ഏത് ആംഗിളിലാണ്. അതാരും സമ്മതിക്കില്ല, അതാണ് പ്രശ്നം. അതെ, ഇതിന്റെ കുറെ ആചാരങ്ങളും പ്രശ്നങ്ങളൊക്കെ കുടുംബങ്ങളെ വരെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഇത് അതുകൊണ്ട് ഉള്ള എതിർപ്പുകളും കാര്യങ്ങളും ഭയങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോഴും അത് ഇപ്പോഴും ആ മതം വിട്ടതിന്റെ പേരിലുള്ള എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടോ? അല്ല, അത് എന്തുകൊണ്ട് ഫേസ് ചെയ്യാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇപ്പം ഞാനിപ്പോ ബൈബിൾ വായിക്കുകയോ അല്ലെ പ്രാർത്ഥിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ രീതിയിൽ ഞാൻ പബ്ലിക്കായിട്ട് പോകുന്നില്ല. പോകുമ്പം അത് എനിക്ക് വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അല്ലേ അതൊന്ന് പിന്മാറി എന്റേതായ ഒരു സീക്രട്ട് ലൈഫിൽ പോകാതെ എന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരു രീതി പറഞ്ഞ ഒരു ഒളിച്ചോട്ടമാതിരിയുള്ള സംഭവമാണ്. ശരി. അപ്പോൾ നിങ്ങളൊരു എക്സ് മുസ്ലിം ക്രിസ്ത്യനാണ്? അതെ അതെ. ഓക്കെ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഒരാളെ ഇന്ത്യയിൽ പരിചയപ്പെടുന്നത്. ഹിന്ദുക്കളെ കുറേ പേര് പരിചയപ്പെട്ടിട്ടുണ്ട്, എക്സ് മുസ്ലിം. ബട്ട് ഇപ്പോൾ അവർ ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള പുറത്തൊരുപാട് ആളുകൾ ഈ ക്രിസ്തു മതം സ്വീകരിച്ചു. അല്ല, എനിക്കറിയുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയുന്നവർ തന്നെയുണ്ട്, കേരളത്തിൽ തന്നെയുണ്ട് ഇഷ്ടം പോലെ. അത് പറഞ്ഞപ്പോഴാ ഒരു എക്സ് മുസ്ലിം ജൂതനെ ഞാൻ പരിചയപ്പെട്ടു. അതിവിടെ കേരളത്തിൽ ആള് ജൂതമതം പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ജൂതമതം ഇഷ്ടപ്പെട്ടില്ലേ? ജൂതമതം അറിയാം, ജൂതമതത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിലേക്ക് പോവാൻ ജൂതമതത്തിന്റെ കണ്ടിന്യൂ ആണല്ലോ ക്രിസ്ത്യാനിറ്റി. അതെ. അപ്പോൾ കുറച്ചും കൂടിയും പ്യുവർ ഫോം ജൂതമതാണെന്നാണ് അയാൾ പറഞ്ഞു കേട്ടത്. അയാൾ പഠിക്കാൻ തുടങ്ങിയത് കൊണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലാവും ക്രിസ്തു മതമാണ് നല്ലതെന്ന്. അല്ല, മതം നല്ലതാണെന്നല്ല, ഞാൻ ക്രിസ്തു എന്ന മതത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ആ ക്രിസ്തുവിലേക്ക് ചെന്നെത്തുന്നത് ഈ യഹൂദമതം എത്തുന്നത് ക്രിസ്തുവിലേക്കാണല്ലോ. യഹൂദന്മാരെ കാത്തിരിപ്പ് തന്നെ ക്രിസ്തുവിനെയാണല്ലോ. അവർക്കൊരു രക്ഷകൻ വരും, ഇസ്രായേലിനെ രക്ഷിക്കും. ഇന്നും യഹൂദന്മാര് അതന്നെയല്ലേ മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത്. അല്ല, മുസ്ലിങ്ങൾ അങ്ങനെ അവർക്കൊരു രക്ഷകൻ വരും, യഹൂദന്മാർക്കൊരു രാജാവ് ഉണ്ട് എന്ന് പറഞ്ഞ ആ രീതിയിലൊന്നും അല്ല. ഈസാ നബി വരും എന്നുള്ളൊരു വിശ്വാസം ഒരു നബി എന്ന രീതിയിലുള്ളൂ. അതെ, വരും. എന്നിട്ട് മുസ്ലിങ്ങളെ രക്ഷിക്കുന്നുള്ള പറയുന്നത്, ബാക്കിയുള്ളവരൊക്കെ കൊന്ന് കുഴിച്ചു മൂടും. അതൊക്കെ അവര് ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചിട്ട് ഉണ്ടാക്കിയതാണല്ലേ. ശരി. അങ്ങനെ വന്ന കുറെ അബദ്ധങ്ങളാ. നിങ്ങളത് മാത്രം കോപ്പി അടിച്ചതല്ല, എല്ലാം വളരെ അല്ല, നിങ്ങളതൊക്കെ കറക്റ്റ് ആണ്. ബൈബിളിൽ കോപ്പി ആയിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. അല്ല, ബൈബിൾ യേശുക്രിസ്തു കണ്ടിട്ടില്ലല്ലോ ബൈബിള്. അത് യേശുക്രിസ്തുവിന് ശേഷം ഉണ്ടാക്കിയതല്ലേ. നിങ്ങളേതാ പുതിയ നിയമമാണോ പഴയ നിയമമാണോ പറയുന്നത്? അല്ല, ബൈബിള് യേശുവാണെന്നാണല്ലോ പറയുന്നത് ബൈബിളില്. അതെ, അത് യേശുക്രിസ്തു കണ്ടിട്ടുണ്ടോ? ബൈബിൾ യേശു ആകുമ്പോ പിന്നെ യേശുവിനെ എന്തിനാ കാണുന്നത്? അല്ല, അങ്ങനെ ഒരു സാധനം യേശുക്രിസ്തു കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഈ പുതിയ നിയമം യേശുക്രിസ്തു കണ്ടിട്ടുണ്ടോ? പുതിയ നിയമം? നിങ്ങൾ ഏത് നിയമം എടുക്കുന്നത്? പുതിയതും പഴയതും എടുക്കുന്നുണ്ട്. അതെ. അപ്പൊ അതില് ഈ പഴയത് ഓക്കെ, നിങ്ങൾ പറഞ്ഞത് സമ്മതിക്കുന്നു, യേശുക്രിസ്തു ഉള്ളപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ പുതിയ നിയമം യേശുക്രിസ്തു കണ്ടിട്ടില്ലല്ലോ. പുതിയ നിയമം യേശുക്രിസ്തു കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ബുക്ക് കണ്ടില്ല എന്നാണോ പറയുന്നത്? ബുക്കല്ല, ആ പറഞ്ഞ വാചകങ്ങൾ യേശുക്രിസ്തു പറഞ്ഞല്ലോ. അതിൽ പലതും പഴയത് മാറ്റി പറയുകയൊക്കെ അല്ലേ ചെയ്തിരിക്കുന്നത്. എവിടെയാ മാറ്റി പറഞ്ഞത്? ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ അവിടുന്ന് റദ്ദാക്കിയിട്ട് പുതിയത് പറഞ്ഞു വെച്ചിട്ടില്ല. ഇപ്പോൾ പഴയ നിയമം വായിച്ചു കഴിഞ്ഞാൽ കൊല, ഭയങ്കര അടിമയെ വെക്കുന്നത്, അടിമയെ അടിക്കുന്നത്, പൂശുന്നത്, ഇതെല്ലാം അതിൽ പറയുന്നുണ്ടല്ലോ പഴയ നിയമത്തിൽ. അതൊക്കെ ദൈവം അവരോട് ചെയ്യാൻ പറഞ്ഞ കാര്യമല്ലല്ലോ അച്ഛനത് ചെയ്തത്. അല്ല, അതിനകത്തുണ്ടല്ലോ. ഇപ്പോൾ എന്താണ് വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലാൻ പറയുന്ന പോലുള്ള സാധനങ്ങൾ, ഇതൊക്കെ അതിനകത്തുമില്ലേ? ഉണ്ട്. അതിനകത്ത് ബൈബിൾ എന്ന് പറയുന്നത് വെറും മറ്റെന്തെങ്കിലും നന്മ മാത്രം എഴുതി വെക്കുന്ന സാധനമല്ലല്ലോ. ദൈവം തിന്മ അന്നത്തെ ജനങ്ങൾ ചെയ്ത അവരുടെ തെറ്റുകളും അതിനകത്ത് എഴുതി വെക്കണല്ലോ, അപ്പോഴത് മനസ്സിലാവുള്ളൂ. ശരി. അപ്പൊ അത് ജനങ്ങളുടെ വാചകമാണ്, ദൈവത്തിന്റെ അല്ല ഈ പഴയ നിയമം എന്ന് പറയുന്നത്. എല്ലാം അതിലുള്ളത് എല്ലാം ദൈവത്തിന്റെ വചനങ്ങളാണോ? ഇപ്പൊ ഖുർആനിലുള്ളത് എല്ലാം ദൈവത്തിന്റെ എന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത്. അത് ഖുർആനായിട്ട് നമ്മൾ ബൈബിൾ കമ്പയർ ചെയ്യരുത്. അതെ, ഖുർആൻ ഉണ്ടായത് ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്നില്ലേ എങ്ങനെ ഉണ്ടായതാണെന്ന്. ബൈബിൾ അങ്ങനെയല്ലല്ലോ. എങ്ങനെ ഉണ്ടായ? ബൈബിൾ എന്ന് പറയുന്നത് ബൈബിൾ പ്രകാരം നമ്മൾ വിശ്വസിക്കുകയാണ്, ദൈവത്തിന്റെ ആത്മാവിലൂടെ അത് എഴുതിയ സാധനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതിനകത്ത് മനുഷ്യന്മാരുടെ ചെയ്തികളും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്ന്.
ഉണ്ട്. മനുഷ്യന്മാരാണ് ചെയ്തത്. മനുഷ്യന്മാരെ കാലക്രമേണ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരുന്നതും പഴയ നിയമം എന്ന് പറയും. അപ്പൊ അതെന്തിനായി എഴുതി വെക്കുന്നത്? ഇപ്പൊ അടിമയെ വെക്കണം, അവരെ ഇതുപോലെ തല്ലണം, അതല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ, ഇപ്പൊ കന്യക ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് അവരെന്തോ ആക്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്. എനിക്ക് എക്സാക്ട്ലി അറിയില്ല. ഞാൻ ഒരു ഈ പേപ്പട്ടി മത വിദഗ്ധനാണ്. ഞാൻ ഈ പറയുന്ന എന്താണ് ക്രിസ്തു മത വിദഗ്ധനല്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അതിനകത്ത് അങ്ങനെ പലതും എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ സാധനം എന്താണ് അതിന്റെ പർപ്പസ്? ഈ ബൈബിൾ എഴുതി എന്നത് പറയുന്നുണ്ട്. ബൈബിളിൽ നിന്ന് പറഞ്ഞാൽ ഇപ്പോ ഉൽപ്പത്തിയിൽ ജനിച്ചിരുന്നത് മനുഷ്യരാശി ഉണ്ടായത് മുതൽ മനുഷ്യനെ ഏത് രീതിയിൽ ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് ഒരു സ്പിരിച്വലായ ലെവലിലേക്ക് ദൈവം അവരെ ഗൈഡ് ചെയ്ത് കൊണ്ടുവന്ന് അവരുടെ വീഴ്ചകളും ഉയർച്ചകളും എല്ലാം കൃത്യമായി എഴുതിയിട്ട് അവസാനമായി ജീസസിൽ വന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം അത് എന്താണ് ജീസസ് ക്രൈസ്റ്റ്, അത് അവിടെ കംപ്ലീറ്റ് ആയി. പിന്നീട് ഒരു പ്രവാചകനോ ഒന്നും ഭൂമിയിലേക്ക് അതിന്റെ ഉണ്ടാവില്ല. അതിന്റെ എന്താണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ഗൈഡൻസ് അവിടെ കിട്ടുന്നതാണ് ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഒന്നാമത് ഈ ന്യൂ ടെസ്റ്റ്മെന്റ് യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളല്ല, പിന്നെ ഈ ഓൾഡ് ടെസ്റ്റ്മെന്റിലുള്ള കാര്യം യേശുക്രിസ്തു പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ, അതിനകത്തുള്ള സാധനങ്ങൾ എന്തിനാണ് എഴുതി വെക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. എന്താണ് അതിന്റെ പർപ്പസ്? അല്ല, ന്യൂ ടെസ്റ്റ്മെന്റ് യേശു പറഞ്ഞ കാര്യങ്ങളെല്ലാം ആരാ പറഞ്ഞു? അത് ശരി. അപ്പോൾ സ്ലേവറി ന്യൂ ടെസ്റ്റ്മെന്റ് പ്രകാരം ഉണ്ടോ? സ്ലേവറി എവിടെ? ക്രിസ്ത്യാനിറ്റിയിൽ സ്ലേവറി പഴയ ടെസ്റ്റ്മെന്റിൽ പറയുന്നില്ലേ? പഴയ ടെസ്റ്റ്മെന്റിൽ പറയുന്നുണ്ടെന്നല്ലോ. ക്രിസ്ത്യാനിറ്റി സ്ലേവറിനെ എവിടെ പിന്നെ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ അത് എഴുതി വെച്ചത് എന്തിനാണ്? അത് അന്നത്തെ കാലത്ത് ജനങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതി വെച്ചോ. ശരി. അപ്പൊ ഇതിന് അപ്പൊ നിങ്ങളപ്പോ അത് പൊക്കിക്കൊണ്ട് നടക്കണ എന്തിനാ? നിങ്ങൾക്ക് അത് ബാധകല്ലേ ഈ പറഞ്ഞ എഴുതി വെച്ച സാധനം? എങ്ങനെ ബാധകമില്ല? ഇപ്പൊ അടിമയെ വെക്കാം, അടിമയെ നിങ്ങൾക്ക് ഓൺ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്ന സാധനങ്ങൾ, അടിമയെ നിങ്ങൾക്ക് വെക്കാം എന്ന് അതിൽ എഴുതി വെച്ചതല്ല. അടിമയെ അന്ന് അവര് വെച്ചിരുന്ന ഒരു സംഭവം എഴുതി വെച്ചതാണ്. അങ്ങനെയല്ലല്ലോ. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ 1-2 ദിവസം അവര് സർവൈവ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് അവരെ അടിക്കാം എന്ന് പറയുന്നു, അടിമയെ. ഓക്കെ. അപ്പൊ ആ അടിക്കാം എന്ന് പറയുന്ന സാധനം, അത് നിങ്ങൾ ഓക്കെ ആണോ അതിനോട്? അടിമയെ അടിക്കാം? അടിമയല്ല, അടിമ പോയിട്ട് നമുക്കൊരു വ്യക്തിനെ ഒരു വാക്ക് പോലും കൊണ്ടുപോലും ഉപദ്രവിക്കരുതെന്നാണ്. ക്രിസ്ത്യാനിറ്റിയിലുണ്ടല്ലോ ഇഷ്ടംപോലെ ഇല്ലേ? എന്താ അടിമ എന്നുള്ള വാക്കൊക്കെ ക്രിസ്ത്യാനിറ്റിയിൽ ഓൾഡ് ടെസ്റ്റ്മെന്റിലുണ്ട്. അതല്ല ഞാൻ പറഞ്ഞ അടിമ. ഇതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ആ ജനങ്ങൾ ചെയ്ത ചെയ്തികൾ അതില് അവരുടെ കുഴപ്പങ്ങൾ എഴുതി വെച്ചെന്നുള്ളൂ. അത് ഞാൻ ചോദിക്കുന്നത്, അതിൽ എഴുതിയത് കൊണ്ട് നമ്മൾ പാലിക്കണം എന്നല്ല അത്. അപ്പൊ പിന്നെ എന്തിനാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ അടിമയാക്കി പിടിക്കാം എന്ന് പറഞ്ഞ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാ? പിടിക്കാം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അല്ലെങ്കിൽ അവർ പിടിച്ചല്ലോ. അടിമയാക്കി പിടിക്കാം എന്ന് പറഞ്ഞത് പിന്നെ ദൈവം തന്റെ ജനത്തോട് നിങ്ങൾ അടിമകളെ പിടിക്കണം എന്ന് പറഞ്ഞതല്ലല്ലോ. പിന്നെ ആരോടാ പറഞ്ഞ? അവിടെ ആ ജനം ചെയ്തു എഴുതി വെച്ചല്ലേ. പിടിക്കാം എന്ന് പറയുന്നത് എങ്ങനെയാണ് ചെയ്തു വെച്ചതാവുന്നത്? അത് പിടിച്ചു എന്നല്ലല്ലേ എഴുതി വെക്കുമ്പോ? ദൈവം നിങ്ങളെ അടിമകളെ പോയി ആളുകളെ പിടിച്ച് അടിമയാക്കാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അടിമയെ പോയി പിടിക്കാം എന്ന രീതിയിൽ ഒരു കാര്യം എഴുതി വെക്കുന്നത്, പിടിച്ചു എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്നത് രണ്ടല്ലേ? അടിമയെ പോയി പിടിക്കാം, അതായത് അടിമയാക്കാൻ വേണ്ടി. അതെ. അങ്ങനെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ്സിൽ ഉണ്ടല്ലോ. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ അത് ദൈവത്തിന് പ്രവാചകന്മാരോടോ അല്ലെങ്കിൽ ദൈവത്തിന് ഇറക്കിയ ദൈവത്തിന് ദാസന്മാരോട് ആരോടെങ്കിലും പറഞ്ഞ കൽപ്പനയാണോ? അതെ, അങ്ങനെയാണല്ലോ അതിനകത്ത് കാണുന്നത്. അങ്ങനെ ഇല്ലല്ലോ. അതെവിടെയല്ല ഇസ്രായേലികളോട് പറഞ്ഞു എന്നാണല്ലോ അതിനകത്ത് കാണുക. ഇസ്രായേലികളോട് എന്ത് പറഞ്ഞു? ഈ പറഞ്ഞ പോലെ അടിമയെ പിടിക്കൂ, അവരെ വെക്കൂ, അവരെ അടിക്കുന്നത് പോലെ അടിക്കൂ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ അല്ലേ? അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. നിങ്ങളുടെ കയ്യിൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഉണ്ടോ? എന്റെ കയ്യിലില്ല. നിങ്ങൾ പറഞ്ഞോളൂ, മനസ്സിലാവും. നിങ്ങൾ ഓൾഡ് ടെസ്റ്റ്മെന്റ് എടുത്ത് ലെവിറ്റിക്കസ് 25:44 മുതൽ 46 വരെ ഒന്ന് വായിക്കോ. ചുമ്മാ പുസ്തകം ഒന്ന് വായിച്ച എന്തായാലും എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാലോ, എന്താ പറഞ്ഞിരിക്കാന്ന് അറിയാലോ. നമുക്കിത് പഠിച്ചാളെ, ഞാനും പഠിക്കാം. ഇനി അഥവാ ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കും ക്രിസ്ത്യാനിയാവാലോ. അല്ലല്ല, പഠിക്കുക, അത്ര തന്നെ. ഇപ്പം എല്ലാവരും പഠിച്ചോടും കഴിഞ്ഞവരൊന്നും അല്ലല്ലോ. അതെ, ഒന്ന് എടുത്തോ, ഒന്ന് വായിച്ചു നോക്കിയേ. അതിന്റെ കയ്യിലില്ല ഇപ്പം. നമുക്ക് ഒരു ബൈബിൾ ഒന്ന് പറഞ്ഞ, അതായത് അതിന്റെ കോട്ടൊന്ന് പറഞ്ഞോ. ലെവിറ്റിക്കസ് 25:44 മുതൽ 46 വരെ.
നിങ്ങളുടെ കയ്യിലുണ്ടോ? ഞാനതിപ്പോ ഓൺലൈൻ എടുത്തിട്ടുണ്ടോ, ഒന്ന് വായിച്ചു നോക്കട്ടെ എന്താ സാധനം. യുവർ മെയിൽ ആൻഡ് ഫീമെയിൽ സ്ലേവ്സ് ആർ ടു കം ഫ്രം ദ നേഷൻസ് അറൌണ്ട് യു, ഫ്രം ദം യു മേ ബൈ സ്ലേവ്സ്. യു മേ ബൈ സ്ലേവ്സ് എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് 44. You may also buy some of the temporary residents living among you and members of their clans born in your country, and they will become your property. You can bequeath them to your children as inherited property and can make them slaves for life, but you must not rule over your fellow Israelites ruthlessly. അപ്പോൾ ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? You may buy slaves 44. You may also buy some of the temporary residents living among you. Okay. പിന്നെ they will become your property. ഓക്കെ, ഇത് 45 പറയുന്നു. പിന്നെ യു ക്യാൻ ബെക്വീത്ത് ദം ടു യുവർ ചിൽഡ്രൻ, അതായത് നിങ്ങളുടെ കയ്യിലുള്ള സാധനം നിങ്ങളുടെ കുട്ടികൾക്ക് ഇൻഹെറിറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. ഇത്രയുമാണ് അതിനകത്ത്. ഇതെല്ലാം ക്യാൻ ബൈ അതുപോലെ ക്യാൻ ബെക്വീത്ത് എന്നൊക്കെയാണ് അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇത് അവർ ചെയ്തതാണോ അതോ ചെയ്യാം എന്നാണോ പറഞ്ഞിരിക്കുന്നത്? വായിച്ച പ്രകാരം ചെയ്യാമെന്നാണ്. അപ്പോൾ ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്? ഇത് ഓൾഡ് ടെസ്റ്റ്മെന്റിലാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ. അപ്പൊ നിങ്ങൾ ഈ ഇസ്ലാം മതത്തിൽ നിന്ന് ഓടിപ്പോയിട്ട് ഇപ്പൊ ചെന്നിരിക്കുന്നത് അതിനേക്കാൾ വലിയ കുഴിയിലല്ലേ? അതിനേക്കാളും വലിയ കുഴിയിലാണ്. ഈ സാധനം നിങ്ങൾ എടുക്കൂല എന്നല്ലേ പറഞ്ഞേ? അതെങ്ങനെയാ എടുക്കുക? അതന്നെ ഞാനും ചോദിക്കണേ. ഇപ്പൊ നമ്മളത് എടുക്കാത്തോണ്ടല്ലേ നമ്മൾ ഇസ്ലാമിൽ നിൽക്കാത്തത്. എന്നിട്ട് പിന്നെ നിങ്ങൾ മറ്റൊരു മതത്തിൽ പോയി നിൽക്കുന്നതിൽ എന്താ അർത്ഥമുള്ളേ? അങ്ങനെയല്ല, ഞാൻ മറ്റു മതത്തിലല്ല നിൽക്കുന്നത്, ഞാൻ എന്റെ ഒരു ആശയത്തിൽ നിൽക്കുന്നു. ബൈബിൾ ഏതെങ്കിലും മതത്തിന്റെ അല്ലേ? അല്ല, മതം ബൈബിൾ ഏതത്തിനും മതത്തിന്റെ ഒന്നുമല്ല. ബൈബിൾ മതപരമായിട്ട് എഴുതിയ സംഭവമല്ല. ബൈബിൾ പിന്നെ ഏത് മതത്തിന്റെ, ഏത് ആശയത്തിന്റെ? അത് ഇവിടെ മനുഷ്യന്മാർ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമല്ലേ, അല്ലാണ്ട് മതം ബൈബിളും എഴുതിയത്. ബൈബിൾ ആരാ കൊണ്ടുവന്നത്? ബൈബിൾ ആരാ കൊണ്ടുവന്നത്? ഒരു വ്യക്തി കൊണ്ടുവന്ന അല്ലല്ലോ ബൈബിൾ. ആരാ, എവിടുന്നാ കിട്ടിയത് നിങ്ങൾക്ക്? അത് ബൈബിളിൽ പറയുന്ന ദൈവം ഏതാ? ബൈബിൾ പറയുന്നത് ദൈവം യഹോവയാണ്. യഹോവ ആരുടെ ദൈവമായിട്ടാണ് കാണുന്നത് നിലവിൽ? ഇപ്പം എല്ലാവരുടെയും ദൈവമായിട്ട് തന്നെ കാണേണ്ടി വരും. യഹോവയെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഹ്മാവ്, അള്ളാഹു എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അതെ, അള്ളാഹു എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയല്ലേ മെഞ്ഞാന്ന് പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഒരു അറബിയൻ പാഗൻ കുറേശികളുടെ ദൈവമാണ്. അതെ. അപ്പൊ പിന്നെ അപ്പൊ അവര് പറയണത് എല്ലാവരുടെയും ദൈവമാണെന്നാണല്ലോ നിങ്ങൾ പറയണ മാതിരി. അപ്പോൾ അവർക്ക് അള്ളാഹു എല്ലാവരുടെയും ദൈവമാകാമെങ്കിൽ, നിങ്ങളുടെ യഹോവ എല്ലാവരുടെയും ദൈവമാകാമെങ്കിൽ A equal to B, B equal to C, therefore A equal to C. അപ്പോൾ അള്ളാഹു ഈക്വൽ ടു യഹോവ, അങ്ങനെ ആയിക്കൂടെ? അല്ല, അങ്ങനെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതെന്താ അംഗീകരിക്കാത്ത? നമ്മൾ കമ്പയർ ചെയ്ത് ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും മനസ്സിലാവും. ക്വാളിറ്റി എന്താ? ക്വാളിറ്റിയിലെ ഡിഫറൻസ് ഒന്ന് പറഞ്ഞുതരൂ. ഒന്ന് രണ്ട് കാരണങ്ങൾ പറഞ്ഞുതരൂ ക്വാളിറ്റിയിലെ ഡിഫറൻസ്. ക്വാളിറ്റിയിലെ ഡിഫറൻസോ? അത് യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോൾ മനസ്സിലാവണം. യേശു ക്രിസ്തു അതാരാണ്? യേശു ക്രിസ്തു യഹോവ തന്നെയാണ്. മനസ്സിലായില്ല, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരൂ. ആരാണ് യേശു ക്രിസ്തു? ആളെവിടെ ഉണ്ടായത്? എങ്ങനെ ഉണ്ടായത്? ആരാണ് യേശു ക്രിസ്തു? എനിക്ക് മനസ്സിലായില്ല ആരാന്ന്. യേശു ക്രിസ്തു തന്നെയാണ് ഞാൻ പറഞ്ഞ യഹോവ. എങ്ങനെ? ഞാൻ പറഞ്ഞ യഹോവ തന്നെയാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു. ക്രിസ്തു എന്ന് പറഞ്ഞാ? ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ്? രക്ഷകൻ. ആരുടെ രക്ഷകൻ? എല്ലാ സമസ്ത ലോകം മുഴുവൻ ഭൂമിയിലെ എല്ലാ മനുഷ്യന്മാരുടെയും രക്ഷകൻ, നിങ്ങളതടക്കം. ശരി. അപ്പൊ ഈ രക്ഷകൻ എല്ലാരെയും രക്ഷിക്കുന്ന പറയുന്നത്? എല്ലാരും രക്ഷിച്ചു കഴിഞ്ഞല്ലോ. രക്ഷിച്ചു കഴിഞ്ഞോ? ശരി. അപ്പൊ പിന്നെ എന്തിനാണ് രക്ഷവിശ്വാസത്താൽ ഏറ്റെടുത്താൽ മതി. അപ്പൊ പിന്നെ എന്തിനാണ് ചില ആൾ? അല്ല, ഇതെനിക്ക് മനസ്സിലായില്ല. ഈ യഹോവ ആരാന്ന് പറഞ്ഞുതരൂ. യഹോവ എന്തുകൊണ്ട് അള്ളാഹു അല്ല? അതൊന്ന് പറഞ്ഞുതരൂ. യഹോവ എന്തുകൊണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ഞാനല്ലാന്ന് പറഞ്ഞ മാതിരിയുള്ള ചോദ്യമാണ്. അത് ക്ലിയർ ആണല്ലോ. നിങ്ങളാണ്, ഞാനാണ്. അപ്പൊ ഞാൻ ആരാന്ന് എനിക്കറിയാം. അപ്പൊ അള്ളാഹു ആരാണെന്ന് പറയൂ, യഹോവ ആരാന്ന് പറയൂ. അള്ളാഹു ആരാണെന്ന് പറയാൻ, അള്ളാഹു ഇപ്പം നമ്മളെ മക്കയിലുണ്ടായിരുന്ന ഒരുപാട് ദേവദേവന്മാരിൽ പ്രമുഖനായ ഒരു ദൈവമായിരുന്നു. ഇനി യഹോവ ആരാണ്? യഹോവ ഇപ്പം ദൈവിക ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ സൃഷ്ടിപ്പ് നടത്തിയത്. ഏത് ദൈവിക ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ? ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവിക ഗ്രന്ഥത്തിന്. അതേതാണ് ആ ഗ്രന്ഥം? ബൈബിളാണ്. ബൈബിൾ എവിടെയാണ് ഇരിക്കുന്നത്? എന്താണ് അതെന്താ സാധനം? അതെവിടെ നിന്ന്? ബൈബിൾ എവിടെ നിന്ന് വന്നെന്നോ?
ഇത് നല്ല ആയിരക്കണക്കിന് വർഷം നൂറുകണക്കിന് ആളുകളുടെ എഴുതപ്പെട്ട് ഭൂമിയിൽ സൂക്ഷിക്കപ്പെട്ട് ബുക്കായി അത് ഇപ്പം പ്രിന്റിംഗ് പ്രസ്സൊക്കെ വന്നപ്പോ ആദ്യമായിട്ട് അച്ചടിച്ച ബുക്ക് ബൈബിളാണ്. ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെട്ടത് ആളുകൾ വായിക്കുന്ന ബുക്ക്. അപ്പൊ ഫസ്റ്റ് ഇത് ദൈവം നേരിട്ട് മനുഷ്യന് കൊടുത്തിട്ടുണ്ടാവുമല്ലോ ഒരു സമയത്ത്. അത് നമ്മളിപ്പോ ഇസ്ലാമ് പറയുന്നതിന് നേരിട്ട് കെട്ടിത്തൂക്കി ഇറക്കി കൊടുത്ത സാധനം അല്ലല്ലോ. പിന്നെ എങ്ങനെ കിട്ടിയ? അത് മനുഷ്യന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കാലാകാലങ്ങളിൽ എഴുതി വെച്ച സാധനം. നിങ്ങൾ നൂറുകണക്കിന് മനുഷ്യന്മാരിലൂടെ എന്ന് പറഞ്ഞല്ലോ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ ആദ്യത്തെ മനുഷ്യനാരാണ്? ആരെങ്കിലും ഒരാൾക്ക് ആദ്യം കിട്ടണ്ടേ? എന്താണ് കിട്ടേണ്ടത്? ഈ പറഞ്ഞ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന സാധനം എങ്ങനെയാണ് മനുഷ്യനിലേക്ക് ആദ്യം കിട്ടുന്നത്? അതിന്റെ ഫസ്റ്റ് കണ്ണി എങ്ങനെയാണ്? അത് എവിടുന്ന് വരുന്നത്? മോസസ് മുതലാണ് സ്റ്റാർട്ട് ആവുന്നത്. മോസസോ? അതാരാണ് മോസസ്? മോസസ് ദൈവത്തിന്റെ ഒരു പ്രവാചകനാണ്, യഹോവയുടെ പ്രവാചകൻ. അതായത് ഭൂമിയിൽ ജനിച്ച സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ് പ്രവാചകനായി ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടൊരു മനുഷ്യൻ. ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ടൊരു മനുഷ്യൻ. ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട മനുഷ്യൻ. ഓക്കെ. അപ്പൊ ആ പ്രവാചകനിലേക്കാണ് ആദ്യമായിട്ട് ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് കിട്ടുന്നത്. അവിടെ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഓക്കെ. ഉത്ഭവം അവിടെ മുതലാണ്. അത് ശരി. അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ അവിടുന്ന് എവിടെയാണ് ഈ പറയുന്ന സാധനത്തിൽ അപ്പോൾ ഈ അള്ളാഹു സെപ്പറേറ്റ് ആവുന്ന എവിടെയാണ്? അള്ളാഹു എന്ന് പറയുന്നത് ഈ മുഹമ്മദ് നബി പിന്നെ ആദ്യമായിട്ട് അള്ളാഹു എന്ന് പറയുന്നത് വരെ അതിനു മുമ്പുള്ള ഏത് പ്രവാചകന്മാർ അള്ളാഹു എന്ന് പറഞ്ഞിട്ടുള്ളത്? ഈ അള്ളാഹു ഈ മുഹമ്മദ് നബി ആരാണ്? അതെനിക്ക് പിടികിട്ടില്ല. മുഹമ്മദ് നബി എന്ന് പറയുന്നത് ഇപ്പം പറഞ്ഞ ഗോത്ര ഐഡിയോളജി ഭൂമിയിൽ പ്രചരിപ്പിച്ച പ്രമുഖനായ ഒരു വ്യക്തിയാണ്. അത് മൂസാ നബീനെ പോലെ മറ്റൊരു ഗോത്രം ഉണ്ടായിരുന്ന ഒരാള് അല്ലല്ലോ. മൂസാ നബീനെ പോലെ ഇങ്ങനെ പറയാം. ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ മൂസാ നബി, മറ്റൊരു സ്ഥലത്ത് മറ്റൊരു മനുഷ്യൻ മുഹമ്മദ് മൂസാ നബീനെ പോലെ നമ്മൾ പറയുകയാണെങ്കിൽ മൂസാ നബി ഇതേ അള്ളാഹിനെ തന്നെ പറയണ്ടേ? എങ്ങനെ? മൂസാ നബീനെ പോലെ ആണെങ്കിൽ മൂസാ നബിയും ഇതേ ദൈവത്തെ ഇതേ അള്ളാഹിനെ തന്നെ പറയണ്ടാന്ന്. അതെന്താ ഇപ്പൊ നിർബന്ധം? അപ്പൊ പേര് മാറിയാ പോരെ? ഇപ്പൊ നിങ്ങള് ഇസ്രായേലായതുകൊണ്ട് യഹോവ എന്ന് വിളിച്ചു, അറേബ്യയിലായതുകൊണ്ട് അള്ളാഹു എന്ന് വിളിച്ചു, അത്രയാ പോരെ? അതെങ്ങനെ അങ്ങനെയാവും? ഭാഷയിലുള്ള വ്യത്യാസം. ഇപ്പൊ നിങ്ങൾ അമേരിക്കയിൽ പോയാലും അല്ല, ഇപ്പൊ കേരളത്തിലാണ് ഒരു മൂസാ നബി ജനിച്ചെന്ന് വിചാരിക്കാം. മൂസാ നബി ഏത് ഭാഷ സംസാരിക്കാം? ഭാഷ സംസാരിക്കാനല്ല, പേര് മാറുന്ന. അതാ പറഞ്ഞ. അപ്പൊ യഹോവ എന്നുള്ള പേര് ഹീബ്രു ഭാഷയിലുള്ളതല്ലേ? ഹീബ്രു ഭാഷ ഏത് ഭാഷയിലേക്കും വരുമ്പോ ഒരാളെ പേര് മാറൂലല്ലോ. അതാ പറഞ്ഞ. അപ്പൊ ഹീബ്രു ഭാഷയിൽ ഈ യഹോവ ഉണ്ടോ? എന്നുള്ളത് ഹീബ്രു ഭാഷ. പറഞ്ഞോ. യഹോവ ഹീബ്രു ഭാഷയാണല്ലോ. അത് മോശക്ക് കൊടുത്താലും മുഹമ്മദ് നബിക്ക് കൊടുത്താലും മാറുമോ? അതാ ഞാൻ ചോദിക്കണേ. അത് ശരി. ഭാഷയിൽ ഇപ്പൊ ഇവിടെ ഈ കേരളത്തിൽ ഒരാള് ഒരു മോസസ് വന്നാൽ അയാളപ്പോ എന്തായിരിക്കും വിളിക്കുക ദൈവത്തിന്? അയാളെ പേരും മോസസ് തന്നെ ആയിരിക്കില്ലേ? മോസസ് മനസ്സിലായി. ആ ദൈവത്തിന് അതേപോലെ തന്നെ ദൈവത്തിന്റെ പേര് മാറുമോ? ഇല്ലല്ലോ. മോസസ് എന്നുള്ളത് മോസസ് എന്നാവണമെന്നൊരു നിർബന്ധമില്ല. ഇപ്പൊ നമ്മളെ ആർണോൾഡ് ശ്വാസ്നഗർ എന്ന് പറയുന്ന ആളെ കേരളത്തിലാണ് ജനിച്ചിരുന്നെങ്കിൽ ആര്യനാട് ശിവശങ്കരൻ എന്നല്ലേ നമ്മൾ വിളിക്കുക എന്ന് പറഞ്ഞ മാതിരി മോസസ് എന്നുള്ളത് വല്ല മൂസാട്ടിന്നോ വല്ല മൂസക്കുട്ടിന്നൊക്കെ വിളിക്കുമായിരിക്കും. അത്രേ ഉള്ളൂ. അർണോൾഡ് ഷ്വാസ്നഗർ ഓസ്ട്രേലിയ ജനിച്ച ആള് കേരളത്തിൽ ജനിക്കൂലല്ലോ. അയാൾ ഓസ്ട്രേലിയക്കാരനാണല്ലോ. കേരളത്തിൽ ജനിക്കുന്ന ഒരാളെ ശിവശങ്കരനായിട്ട് തന്നെ ജനിച്ചത്. അല്ല, ദൈവത്തിന് ഇപ്പൊ ഒരാളെ എവിടെ ജനിപ്പിക്കണം എന്നുള്ളത് ഇപ്പൊ ദൈവത്തിന് സാധിക്കുന്ന കാര്യമല്ലേ? ഞാൻ അത് ആ ജനനത്തിന്റെ അല്ല പറഞ്ഞത്. അല്ല, നിങ്ങൾ പേര് ഒരിക്കലും എത്ര ഭാഷ മാറിയാലും പേര് മാറില്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ബ്രഹ്മാവ് എന്ന് വിളിച്ചുകൂടാ? അല്ലെങ്കിൽ അള്ളാഹു എന്ന് വിളിച്ചുകൂടാ യഹോവയെ? എന്തിന് ദൈവം പറയണ എന്റെ പേര് ഇതാണെന്ന് പറയുമ്പോൾ ഞാനതിനെ മാറ്റി വിളിക്കുന്നു. ദൈവത്തിന്റെ പേര് ദൈവമാണ്, ഇന്നതാണെന്ന് ആരോട് പറഞ്ഞു? ബൈബിളുണ്ടല്ലോ കൃത്യമായിട്ട്. അതെ, അത് ആരോടാ പറഞ്ഞത്? അത് മോശനോട് തന്നെ പറഞ്ഞത്. അപ്പൊ ഈ മോശ പ്രതിദാനം ചെയ്യുന്നത് ഏത് മതത്തെയാണ്? മോശ പ്രതിദാനം ചെയ്യുന്നത് ഏത് മതത്തെയാണ്? ദൈവം അതിന് മോശയ്ക്ക് മതം കൊടുത്തിട്ടില്ലല്ലോ. പിന്നെന്താ കൊടുത്തേ? ദൈവത്തിൻ്റെതായ മനുഷ്യനെ കറക്റ്റ് ആക്കേണ്ട വഴിയെ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. വഴി മാത്രം. ജനതയെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള വഴി പറഞ്ഞു കൊടുത്തു. അവിടെ മതം സ്ഥാപിച്ചിട്ടില്ലല്ലോ. ആ വഴിയിലുള്ളതാണ് നേരത്തെ പറഞ്ഞത്. അടിമയെ വെക്കാം, അത് മക്കൾക്ക് കൊടുക്കാം, കൈമാറ്റം ചെയ്യാന്നൊക്കെ. ഞാനത് അതിനെ കുറിച്ച് എനിക്ക് പഠിക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞപ്പോ അത് അല്ല പഠിക്കാനുണ്ട്. എല്ലാം നമ്മൾ പഠിച്ചോണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞില്ല. ശരി. അപ്പൊ ഇത് നിങ്ങൾ ഈ സാധനം തെരഞ്ഞെടുത്തത് നമ്മളിപ്പോ പഠിക്കാതെയല്ല. നമുക്ക് ഒരു കാര്യം അറിയില്ല എന്ന് വെച്ചാൽ എല്ലാം അറിയില്ല എന്നല്ലല്ലോ. എന്തായാലും ഒരു മിനിമം സാധനമല്ലേ. ഇപ്പൊ ഒരു ഇസ്ലാമിൽ ഇപ്പൊ ഒരു സാധനം നമ്മൾ പറഞ്ഞാൽ അത് ഇന്ന മതത്തിൽ ഉണ്ടോന്നെങ്കിലും നിങ്ങൾക്ക് ആദ്യം ഒന്നും നോക്കണ്ടേ? നമ്മൾ ആദ്യം ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കൂലേ?
അപ്പൊ നിങ്ങൾ ഈ ക്രിസ്തു മതത്തെ ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ടില്ല, അതാണ് ഇപ്പൊ ഉണ്ടായത്. ഇത് പിന്നെ ബൈബിളിൽ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, എന്താണ് സംഭവം എന്ന് പഠിക്കണം എന്നാ പറഞ്ഞത്. അത് പറഞ്ഞ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാത്ത കോയ ടെസ്റ്റ് അങ്ങനെ നിങ്ങൾ നേരത്തെ അണ്ടർ എസ്റ്റിമേറ്റ് എന്ന് പറയാൻ നിങ്ങൾ എന്തിനാ? ഇത് ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. കാരണം എന്താണ്, ഈ ഇസ്ലാമിൽ ഇപ്പൊ ഞാൻ മതം വിടാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? രണ്ട് കാരണങ്ങൾ. ഒന്ന്, ഇസ്ലാമിലെ അടിമ വ്യവസ്ഥിതിയെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം. രണ്ട്, ഇസ്ലാമിലെ സ്ത്രീ വിരുദ്ധത. ഈ രണ്ട് സാധനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയമായിട്ട്. അപ്പൊ ഞാൻ ഏത് മതം ഞാൻ എടുക്കുകയാണ്, ഞാൻ ആദ്യം നോക്കി ഈ രണ്ട് സാധനം അതിലുണ്ടോന്നാണ്. എനിക്ക് നോക്കിയിട്ട് കാണാൻ പറ്റും ഏത് മതം എടുത്താലും ഇത് അതിനകത്ത് കാണാം. അപ്പൊ അത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സാധനം ഞാൻ പറയും, ഇപ്പോൾ വയലൻസ് അല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാമിനേക്കാൾ ക്രൂരമായ സാധനങ്ങളാണ് ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ്സിലൊക്കെ ഉള്ളത്. അപ്പോഴോ ന്യൂ ടെസ്റ്റ്മെന്റ് നിങ്ങൾ പറയാത്ത? ന്യൂ ടെസ്റ്റ്മെന്റ് നമ്മൾ തട്ടിക്കൂട്ടി അത് പൊഴുത്തി ഉണ്ടാക്കിയ സാധനമല്ലേ? തട്ടിക്കൂട്ടിയത് അതിനകത്ത് ന്യൂ ടെസ്റ്റ്മെന്റിലുള്ള വേർഡ് ഏതെങ്കിലും ഒന്ന് മനുഷ്യന് ജീവിതത്തിൽ പകർത്താൻ പറ്റാത്തെന്ന് പറഞ്ഞുതരും. അപ്പൊ ന്യൂ ടെസ്റ്റ്മെന്റ് മാറ്റി വെക്കാം, മനുഷ്യനുണ്ടാക്കിയതല്ലേ? നല്ല സാധനം മാറ്റി അല്ല, അത് മാറ്റി വെക്കുന്നതിനാ മനുഷ്യന്മാര് പലതും അങ്ങനെ പുതിയത് ഉണ്ടാക്കും. അത് നമ്മൾ നല്ലതാണ്, നമ്മൾ എടുക്കും. അത് മനുഷ്യനൊന്നും എഴുതാൻ പറ്റുന്ന വാക്കുകളാണ് അതിനകത്തുള്ളത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടത്? പിന്നെന്താ, ന്യൂ ടെസ്റ്റ്മെന്റ് മുതൽ റെവല്യൂഷൻ വരെ നിങ്ങൾ വായിച്ചിട്ട് ന്യൂ ടെസ്റ്റ്മെന്റ് നമുക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റ് എടുക്കാം. ഞാൻ ഓൾഡ് ടെസ്റ്റ്മെന്റ്, ഓൾഡും ന്യൂ അല്ല രണ്ടും എടുക്കണല്ലോ. ഇതിന്റെ ഓൾഡിന്റെ പൂർത്തീകരണമാണ് ന്യൂ ടെസ്റ്റ്മെന്റ്. അങ്ങനെയല്ലല്ലോ. യേശു ക്രിസ്തു അതിനെ കുറിച്ച് വാചാ കർമ്മണ അറിയാത്ത സാധനമാണ്. അത് നിങ്ങൾ മാറ്റി. അതെങ്ങനെ യേശുക്രിസ്തു അറിയില്ല എഴുതി ഉണ്ടാക്കിയ സാധനമാണ് ന്യൂ ടെസ്റ്റ്മെന്റ്. ഏത് നാട്ടുകാർ എവിടെയാണ് എഴുതി ഉണ്ടാക്കിയത്? ആരാണ്ടാക്കിയത്? ഈ ന്യൂ ടെസ്റ്റ്മെന്റും ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മതം തന്നെ ഉണ്ടാക്കിയത് ആരാണ്? യേശു ക്രിസ്തു ക്രിസ്ത്യാനിയായിരുന്നു. യേശു ക്രിസ്തു യഹൂദൻ. അപ്പോ നിങ്ങൾ പറയുന്ന ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയിന്നല്ലേ നിങ്ങൾ പറയുന്നത്? പക്ഷെ യേശു ക്രിസ്തു അതെ അങ്ങനെയല്ലല്ലോ. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെന്നല്ലേ പറഞ്ഞത്? ആ ക്രിസ്ത്യാനി ആകുന്നു എന്ന് പറയുന്ന ഐഡന്റിറ്റി വരുന്നത് തന്നെ ക്രിസ്തു മരിച്ചതിന് ശേഷമാണെന്നല്ലേ പറയുന്നത്? ക്രിസ്തു മരിച്ചില്ലല്ലോ. മരിച്ചില്ലേ? ക്രിസ്തുവോടെ മരിച്ചു. പിന്നാലെ വരാനിരിക്കുകയാണ്. അല്ല, ക്രിസ്തു മരിച്ചിട്ടില്ലല്ലോ. മരിച്ച് 3-ാം ദിവസം ഉയർത്ത് എന്നിട്ട് ഒരേ ഒരു ആളുണ്ടെങ്കിൽ അത് ഭൂമിയിൽ യേശുക്രിസ്തു മാത്രമേ സംഭവിച്ചു. ശരി. അപ്പൊ ഈ മരിച്ചിട്ട് 3-ാം ദിവസം എഴുന്നേക്കുക എന്ന് പറയുന്നതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? പിന്നെന്താ, റിസറക്ഷൻ മനുഷ്യന്റെ അതും യേശുക്രിസ്തു വന്നതിന്റെ ഏറ്റവും വലിയ ദിവസം തന്നെ മനുഷ്യന്റെ മരണത്തിൽ നിന്ന് മനുഷ്യന് അതിന് മുകളിൽ ജയം കൊടുക്കുക തന്നെയായിരുന്നു. ഈ ചന്ദ്രനെ പിളർത്തിയാൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് എന്തൊരു ചോദ്യമാണ്. ചന്ദ്രനെ പോയി പിളർത്തുകയാണ്. നിങ്ങൾ എന്ത് കാര്യം പറയണത്? മരിച്ചിട്ട് 3 ദിവസം കഴിയുമ്പോൾ എണീക്കേ? എന്താ ഇത്? അതെന്താ എണീക്കാൻ പറ്റാ? എന്താ ചന്ദ്രനെ പിളർത്താൻ പറ്റായ എന്താ? ചന്ദ്രൻ എന്തുകൊണ്ട് പിളർത്തിക്കൂടാ? മരിച്ചിട്ട് 3-ാം ദിവസം എഴുന്നേക്കുന്നത് ഏത് രീതിയിലാണ്? ചന്ദ്രനെ പിളർത്തിയത് ഏത് രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങളുടെ ദൈവം പറയണൊക്കെ ഞാൻ വിശ്വസിക്കണം, നമ്മളെ ദൈവം പറയണത് നിങ്ങൾ വിശ്വസിക്കണം. വേണ്ട, നിങ്ങൾ വിശ്വസിക്കാൻ. ഞാൻ പറയുന്നത് 7-ാം ആകാശത്ത് കഴുതപ്പുറത്ത് പറക്കുക, അത് നിങ്ങൾ വിശ്വസിക്കുമോ? അതൊക്കെ വിശ്വസിക്കായിരുന്നു. ഞാൻ ഇപ്പോഴും ഇസ്ലാമിൽ ഉണ്ടാവില്ലേ? അത് ശരി. അപ്പൊ നിങ്ങൾ പറയണൊക്കെ ഞാൻ വിശ്വസിക്കണം, ഞാൻ പറയണത് നിങ്ങൾ വിശ്വസിക്കില്ല. അതെന്ത്? ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്നോടല്ലേ ചോദിച്ചത് അതെങ്ങനെ വിശ്വസിക്കാന്ന്? ഏത് വിശ്വസിക്കാന്ന്? ചന്ദ്രനെ പിളർത്തുന്നത് അതൊക്കെ എങ്ങനെ വിശ്വസിക്കാന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? അത് നിങ്ങളത് വിശ്വസിക്കുക. അപ്പൊ നിങ്ങൾ ഇസ്ലാമാണോ? ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്. ഇത് വിശ്വസിക്കുന്ന ആളുകളോട് ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ മരിച്ചിട്ട് 3 ദിവസം കഴിയുമ്പോൾ എണീക്കുന്ന സാധനം നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ എന്തുകൊണ്ട് അതെന്റെ വിശ്വാസമാണ്. ചന്ദ്രനെ പിളർത്തുന്ന ഞാൻ വിശ്വസിക്കില്ല. കാരണം അതെനിക്ക് എന്റെ ലോജിക്കിനും ഞാൻ പഠിച്ചതനുസരിച്ചും എന്റെ ദൈവീക ഗ്രന്ഥവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവം. അതുകൊണ്ടാണ്. അപ്പൊ മെഡിക്കൽ സയൻസ് പറയുന്നത് പ്രകാരവും അതുപോലെ ആധുനിക ശാസ്ത്രം പറയുന്ന പ്രകാരവും മരിച്ചിട്ട് 3-ാം ദിവസം എഴുന്നേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. എന്റെ മരിച്ച ഒരാൾ മരണത്തെ കീഴടക്കി എഴുന്നേറ്റു എന്നത് തന്നെയാണ് അതിന്റെ ഇത്. അത് തന്നെയായിരുന്നു ദൗത്യം. ഇനിയും ഇനി പോട്ടെ, അത് ഞാൻ വിട്ടു തന്നു നിങ്ങൾക്ക്. നിങ്ങളൊരു മണ്ടത്തരം വിശ്വസിക്കുന്നു, ഞാനൊരു മണ്ടത്തരം. 1-1 സ്കോർ. ഞാൻ മണ്ടത്തരമൊന്നുമല്ല വിശ്വസിക്കുന്നത്. 100% എനിക്കറിയാതെ ഞാൻ 100% വിശ്വസിക്കുന്നു ചന്ദ്രനെ പിളർത്തി. ഇവിടെ അബ്ദുള്ള ബാസിൽ വരെ വിശ്വസിച്ചു. പിന്നെയാണ് ഞാൻ വേറെ കാര്യം ചോദിക്കാം. ലോകം മുഴുവൻ കന്യാമറിയം പ്രസവിച്ചു എന്ന് പറയുന്നു, ഭർത്താവില്ലാണ്ട്. അത് ശരിയാണോ? 100%. അതായത് സ്പേം ഇല്ലാതെ ഒരു സ്ത്രീക്ക് ഇങ്ങനെ പ്രസവിക്കാം? അതുകൊണ്ടല്ലേ ദൈവത്തിനെ നമ്മൾ സർവശക്തി എന്ന് വിളിക്കുന്നത്. അത് ശരി. അപ്പൊ അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? ഉണ്ട്. അല്ലാതെ യേശുക്രിസ്തുവിന്റെ ജന്മം ഒരു ജഡികമായ രീതിയിലുള്ളതല്ലല്ലോ. അത് ബൈബിൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇന്നിപ്പോ നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ത്രീകൾ അങ്ങനെ ഒരു ഞാൻ ഗർഭിണിയാണ്, എനിക്ക് ഭർത്താവൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഗർഭിണിയായത് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ?
ഇന്നത്തെ കാലത്തോ? അതെ, ഇന്നത്തെ കാലം അന്നത്തെ കാലം. ഞാൻ എന്തിനത് വിശ്വസിക്കുന്നത്? അതെ, അതെന്തിനാ ഞാൻ വിശ്വസിക്കുന്നത്? പുതിയൊരു ദൈവം ഉണ്ടായിക്കൂടെ? അല്ല, ഞാനത് എന്തിനു വിശ്വസിക്കുന്നു? പുതിയൊരു ദൈവത്തെ വിശ്വസിക്കുന്നു. അന്ന് കന്യാമറിയം ഒന്ന് പറയാണ് അതെ ഞാൻ ഗർഭിണിയായി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചു. ഇന്ന് നിങ്ങളുടെ ഭാര്യ എന്ന് പറയുന്നത് ഞാൻ ഗർഭിണിയായി, നിങ്ങളല്ല കേട്ടോ. കന്യാമറിയം ആരോട് വന്നിട്ട് ഗർഭിണിയായി എന്ന് എവിടെയെങ്കിലോ പറഞ്ഞല്ലോ. എന്തായാലും കുറെ ആൾക്കാർ സമ്മാനമൊക്കെ ആയിട്ട് വന്നില്ലേ നമ്മളിവിടെ ക്രിസ്മസിന് കിളിക്കൂടൊക്കെ അപ്പൊ ഞാൻ ചോദിക്കണതാണ്, ഇപ്പൊ നിങ്ങളെ ഭാര്യ പറയാണ് ഞാനിതേ നിങ്ങളെ ഹെൽപ്പൊന്നും ഇല്ലാണ്ട് തന്നെ ഞാൻ ഗർഭിണിയായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കും? ഞാൻ എന്തിനു വിശ്വസിക്കുന്നത്? അതെന്തേ? എന്തിന്? എന്റെ ആവശ്യം, അതിന്റെ ആവശ്യം എന്താ എനിക്ക്? അല്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കാത്തത്? ഞാൻ അതെന്ത് അതിപ്പോ ഇന്നത്തെ കാലത്ത് ഒരാൾ വന്ന് ഗർഭിണിയാവത്തത് എന്തിന് ഞാൻ നോക്കുന്നേ? അപ്പൊ നിങ്ങൾ എന്തിനാ അന്ന് ഈ പറയുന്ന കന്യാമറിയം പറയുമ്പോൾ അത് വിശ്വസിക്കണം? അത് ഇതേപോലെ ആരെങ്കിലും രാത്രി വന്ന് വെടിവെച്ച് പോയതായിക്കൂടെ? അല്ലല്ലോ, അത് ദൈവികമായിട്ട് കൃത്യമായിട്ട് ദൈവവചനം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? അതിപ്പോ ഇന്നിപ്പോ ഒരാൾക്ക് എഴുതി വെച്ചൂടെ അതെ ഞാൻ ഇങ്ങനെ ഗർഭിണിയായത്, ഞാൻ കണ്ടു വെള്ളം ഉടുപ്പെട്ട ഒരാൾ വരുന്നു എന്നിട്ട് തുല്യമായ ഇതുപോലെയുള്ള എന്ന് പറഞ്ഞ ഇതുപോലെയുള്ള തുല്യമായ ദൈവവചനം കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ഒരു സംഭവം അങ്ങനെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നതായിരിക്കും. അപ്പൊ അതായത് അപ്പൊ ഇന്നിപ്പോ ഇത് എഴുതി വെച്ചിട്ട് അടുത്ത ദിവസം അത് സംഭവിച്ച ഞങ്ങൾ ഓക്കെ എന്ന് പറയും? ബൈബിളിനകത്ത് എഴുതി വെച്ച ഓരോ കാര്യങ്ങൾ ആ കാലഘട്ടത്തിനനുസരിച്ച് ഈ സമയം വരെ സംഭവിച്ച കാര്യങ്ങൾ. അതേപോലെ ഇനിയിപ്പോ ഒരു പെണ്ണ് അങ്ങനെ എഴുതി വെച്ചിട്ട് അത് അങ്ങനെ ഗർഭിണി ആയാൽ അങ്ങനെ എഴുതി വെച്ചിട്ട് ഇതങ്ങനെ എഴുതി വെച്ചിട്ട് അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ ഊഹങ്ങളാണല്ലോ. അതിങ്ങനെ യാഥാർത്ഥ്യം അല്ലാണ്ടാവോ? അതന്നെ ഞാനും ചോദിക്കുന്നത്. ഒരാൾ ഗർഭിണിയായ ഗർഭിണി അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു പെണ്ണ് ഗർഭിണിയായി ഒരു ഊഹക്കഥ പറയുന്നല്ലേ ഈ ബൈബിളും ഇത് ബന്ധപ്പെട്ടതൊക്കെ ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങളല്ലേ? അതെങ്ങനെ യാഥാർത്ഥ്യമാവുന്നത്? അത് യാഥാർത്ഥ്യമാണ്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇത് നിങ്ങൾ ഈ അത് വിശ്വസിക്കുമെങ്കിൽ ഇതെന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളെ ഭാര്യ പെട്ടെന്ന് വിശ്വസിക്കില്ല. അതെന്തുകൊണ്ട് ഞാൻ വിശ്വസിക്കണം? അതും ഇതെന്തിനെ കമ്പയർ ചെയ്യുന്നത്? അതിനൊരു പ്രത്യേക ദൗത്യമുണ്ട്. ആ ദൗത്യത്തിൽ യേശുക്രിസ്തു ജനിച്ചു, ആ ദൗത്യം പൂർത്തീകരിച്ചു, യേശുക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, ഇനി ഞാൻ പോയതുപോലെ തിരിച്ചു വരും എന്ന് പറഞ്ഞത് ലോക ജനത കാത്തിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിരുന്നു ഈ പറയുന്ന ഒരു കന്യകയെ ഇതേപോലെ ഗർഭിണിയാക്കുക എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? കന്യക പിന്നെ കന്യാമറിയത്തെയാണ് നിങ്ങൾ? അതെ, അതായത് ഭൂമിയിലേക്ക് ദൈവത്തിന് വരാൻ വേണ്ടിയിട്ട് ഒരു ഗർഭപാത്രം ആവശ്യമായിരുന്നു, തെരഞ്ഞെടുത്തു. അത്രേ ഉള്ളൂ. ഇത്രയ്ക്ക് ദാരിദ്ര്യമാണോ ദൈവത്തിന്? ഈ ഗർഭപാത്രം ഇല്ലാതെ നേരിട്ടൊരു ആളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇത്ര പറ്റൂലേ? ദൈവത്തിന് ദാരിദ്ര്യം ഉള്ളത് കൊണ്ടല്ലോ. പിന്നെ ദൈവത്തിന് ഓരോന്നിനും ഓരോ സിസ്റ്റം ഉണ്ടല്ലോ. ഒരു മനുഷ്യനായി ഭൂമിയിൽ വരണമെങ്കിൽ ആ മനുഷ്യൻ എങ്ങനെയാണോ വരുന്ന ആ രീതിയിൽ വന്നു, അത്രേ ഉള്ളൂ. അതെന്തിനാണ് അങ്ങനെ വരുന്നത്? ഇപ്പൊ തൊട്ടിലേക്ക് കടന്ന് സംസാരിച്ചു എന്ന് പറയുന്നത്, പിന്നെ ഒരു പൂർണ്ണ മനുഷ്യനെ അങ്ങോട്ട് നേരെ ഇങ്ങോട്ട് വിട്ടാ പോരെ? എന്നാ കുൻ ഫയക്കുൻ എന്ന് പറയും. ഇപ്പൊ അതൊക്കെ നോക്കുമ്പോ ഖുർആനിലല്ലേ യേശുക്രിസ്തു സംസാരിച്ചെന്നല്ലേ പറയണേ? ആര് പറയുന്നു? അങ്ങനെയൊക്കെ എവിടെ കേട്ടിട്ടുണ്ട്? എവിടെ കേട്ടത്? ബൈബിളിനകത്തില്ല. ഇല്ല. എന്നാ വേണ്ട, അത് വിട്ടു പോട്ടെ. എന്നാലും ഇങ്ങനെ ഒരു പ്രവാചകനെ അയക്കാൻ അതങ്ങ് നേരെ വിട്ടാ പോരെ? അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി വിശ്വസനീയമായ കഥ എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ അല്ലേ? അതായത് ഇങ്ങനെ പോകുന്നു, 40 വയസ്സായപ്പോൾ ഒരാൾ വരുന്നു, നെഞ്ച് കീറുന്നു, ഒരു സാധനം എടുത്ത് വെക്കുന്നു, എടുത്ത് കളയുന്നു, അയാൾ പിന്നെ അവിടുന്ന് പെട്ടെന്ന് ഒരു പ്രവാചകനായിട്ട്. അത് കുറച്ചും കൂടി വിശ്വസിക്കാൻ പറ്റുന്ന സാധനമല്ലേ? അത് നിങ്ങളെ വിശ്വാസം. പക്ഷെ യേശുക്രിസ്തുവിനെ കുറിച്ച് അങ്ങനെ പറയുന്നത് പുരുഷന്റെ സ്ത്രീയുടെ ഇച്ഛാലയല്ല യേശുക്രിസ്തു വരുന്നത്. പിന്നെ ദൈവത്തിന്റെ ആത്മാവ് മറിയമ്മിൽ ഗർഭം ധരിച്ചു. ദൈവം അത് ഇനിയിപ്പം ഖുർആൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പോലും അതിൽ കലിമ റൂഹായി മാറിയതാണ് പറയുന്നത്. എന്തോ ഊതി എന്നാണ് പറയുന്നത്. ഊതി, അതെ ദൈവത്തിന്റെ ആത്മാവ് മറിയമ്മിലേക്ക് ഊതി എന്ന് ഇവർ പറയുന്നത്. പക്ഷെ അതല്ല അവിടെ സംഭവിച്ചത്. ദൈവത്തിന്റെ ആത്മാവ് മറിയമ്മിലേക്ക്, അതായത് ഗബ്രിയേൽ വന്നിട്ട് പറയുന്നുണ്ട്. ശരി, ഞാൻ അപ്പോഴും ചോദിക്കണം, ഇതൊക്കെ അന്ന് സംഭവിച്ച ഒരു സ്ത്രീ ഭർത്താവില്ലാതെ അല്ലെങ്കിൽ ഒരു പുരുഷന്റെ ഇടപെടലില്ലാതെ ഗർഭിണിയാണ് എന്ന് പറഞ്ഞ് അന്ന് നിങ്ങൾ വിശ്വസിച്ചു? എന്നും വിശ്വസിക്കാമല്ലോ ദൈവത്തിന്. ഇന്നൊരു പെണ്ണ് അതേപോലെ പറഞ്ഞ് എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? അതാ ഞാൻ ചോദിക്കണേ. ഇന്നൊരു പെണ്ണ് വന്നിട്ട് അത് പറയാനത് ഇതേപോലത്തെ ഒരു ദൗത്യോ കാര്യമോ ലക്ഷ്യമോ ഒരു രക്ഷകൻ ജനിക്കാൻ വേണ്ടിയാണോ? അതുകൊണ്ട് ഞാനെന്തിനും വിശ്വസിക്കുന്നു. ഞാൻ ഈ മറിയമ്മിലൂടെ ക്രിസ്തു വരും എന്നുള്ളത് ബൈബിളിൽ അതിന് മുമ്പേ 100 വർഷങ്ങൾ മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ശരി, ഇന്നിപ്പോ ഒരു പെണ്ണ് എഴുതി വെച്ച് 100 വർഷം കഴിഞ്ഞ് വേറൊരു പെണ്ണ് ഇതേപോലെ സംഭവിച്ചെങ്കിൽ വിശ്വസിക്കുമോ? ഇന്നൊരു പെണ്ണ് അങ്ങനെ എഴുതാൻ പറ്റൂല, അങ്ങനെ സംഭവിക്കൂലല്ലോ. ഇതൊക്കെ നമ്മൾ പറയുന്ന ഊഹങ്ങളല്ലേ? ഞാനിത് എവിടെ എഴുതി വെക്കണം? ഇതിപ്പോ ഒരു പെണ്ണാണ് എഴുതി വെക്കണത്. 100 വർഷം കഴിയുമ്പോൾ ഇവിടെ ഒരു പെണ്ണ് ഇവിടെ ജനിക്കും. ആ പെണ്ണ് 20-ാം വയസ്സിൽ ഭർത്താവില്ലാതെ പുരുഷനില്ലാതെ ഗർഭിണിയാകും എന്ന് ഞാനിവിടെ എഴുതി വെച്ചിട്ട് ഞാനതിവിടെ ചില്ലിട്ട് വെക്കാണ്. 100 വർഷം കഴിയുമ്പോൾ ഒരു പെണ്ണ് അങ്ങനെ ആവുന്നു. അപ്പൊ നിങ്ങൾ അത് വിശ്വസിക്കും? അങ്ങനെ സംഭവിക്കില്ല. കാരണം നിങ്ങൾ വെറുതെ എഴുതി വെച്ചൊരു സംഭവം നടക്കൂലല്ലോ. അത് സംഭവിച്ചാൽ നടക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുമെന്നാണ് ഞാൻ ചോദിക്കണേ.
അങ്ങനെ സംഭവിക്കില്ലല്ലോ. കാരണം ദൈവം പറഞ്ഞ കാര്യമാണ്. അപ്പൊ അന്നത്തെ സാധനം നിങ്ങൾ അപ്പൊ എന്തടിസ്ഥാനത്തിലാണ് വിശ്വസിച്ചത്? അത് ദൈവം അതിന് മുമ്പേ കളിയാക്കിയതായിക്കൂടെ? അല്ല, ദൈവം അതിന് മുമ്പേ ഈ സംഭവങ്ങളൊക്കെ ലോക സ്ഥാപനം മുതലേ എഴുതി വെച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ ജനനമൊക്കെ ഉൽപ്പത്തിയിൽ എഴുതി വെച്ച സംഭവമാണ്. അതായത് മോശേന്റെ ഒക്കെ ഈ മോശ എഴുതിയ ഉൽപ്പത്തി അത് ഇതെന്നൊക്കെ പറഞ്ഞ സാധനത്തിലല്ലേ നേരത്തെ നമ്മൾ വായിച്ചത് അടിമയെ വെക്കാൻ പൂശാന്നൊക്കെ? അത് നിങ്ങൾ വിശ്വസിക്കും? ഇപ്പൊ നമ്മളിപ്പോ ഡൈവേർട്ട് ആയിട്ട് അങ്ങോട്ട് പോകണ്ട, ഞാനത് പറഞ്ഞു, ഞാൻ പഠിക്കട്ടെ. അല്ല, നിങ്ങൾ എടുക്കുമ്പോൾ ഒരു പാക്കേജ് ആയിട്ട് എടുക്കണം, അതല്ലേ നമ്മൾ പറയുന്നത്. ഇപ്പൊ അടിമയുടെ കാര്യം ഒരു ഉദാഹരണം പറഞ്ഞു. ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് പറ്റാത്ത പറയുന്നുണ്ട്. സെക്ഷൽ വയലൻസ് പറയുന്നില്ല അതിനകത്ത്, അതുപോലെ ഡെത്ത് പെനാൽറ്റി പറയുന്നത്. ന്യൂ ടെസ്റ്റ്മെന്റ് നമ്മൾ വിടുക, നമ്മളിത് ഒറിജിനൽ സാധനം. നല്ലത് സാധനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ല സാധനം ഇന്ന് വേറെ ഇല്ലേ? എന്തിനാ ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ്? ബൈബിളിനേക്കാളും നല്ലൊരു സാധനം പറഞ്ഞു. നിങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തെറ്റായ ഒരു സാധനം പറഞ്ഞു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തെറ്റായ ഒരു സാധനം പറയും. റിസർവേഷൻ എവിടെ അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഇല്ലേ? എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ റിസർവേഷൻ ഇല്ല. എന്താണ് എഴുതിയെന്ന് പറയൂ. അത് ഈക്വാലിറ്റി ആണോ? എന്താണെന്ന് പറയൂ എഴുതിയത്. നിങ്ങൾ പറയൂ. റിസർവേഷൻ ഈക്വാലിറ്റിയിൽ ഉൾപ്പെടും. നിങ്ങൾ എന്താണ് അതിൽ എഴുതിയിരിക്കുന്നതെന്ന് പറയൂ. ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞു. ഒന്ന് പറയൂ, എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? എനിക്കിപ്പോ അതിന്റെ ആർട്ടിക്കിൾസും കാര്യങ്ങളൊന്നും പെട്ടെന്നൊന്നും പറഞ്ഞു മനസ്സിലാക്കിയ ഒരു സംഭവം, എനിക്ക് തോന്നിയൊരു സംഭവം പറഞ്ഞെന്നുള്ളൂ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അടിസ്ഥാന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? നോൺ ഡിസ്ക്രിമിനേഷൻ ആണ്. അതേതിലാണ്? നോൺ ഡിസ്ക്രിമിനേഷൻ. അതായത് ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നല്ലേ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന SC/ST വിഭാഗങ്ങൾക്ക് അവരുടെ നില മെച്ചപ്പെടുന്നതുവരേക്കും അവർക്ക് അതിൻ്റെതായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കണം എന്നല്ലേ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ അത് മെച്ചപ്പെടുന്നവരെയല്ലേ അത് ചെയ്യുക. മെച്ചപ്പെടാത്ത എന്തുകൊണ്ടാണ്? ഇതേപോലെ കുറെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ, കുറെ ജാതിവാദികൾ ഉള്ളതുകൊണ്ടല്ലേ. അത് നമ്മൾ ആരുടെ കുഴപ്പം? അത് റിസർവേഷൻ ഉള്ളവർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല. റിസർവേഷൻ ഉള്ളത് കൊണ്ട് ആണ് ഒരു പരിധിവരേക്ക് ഈ സാധനം ഇപ്പോഴും ഇവിടുന്ന് അബോളിഷ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. കാരണം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കൂടുതൽ ഇതുപോലുള്ള കാസ്റ്റുകൾ ഇതിനകത്തേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിന്റെ ഒരു പ്രശ്നം. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിരിക്കുന്നതല്ലോ തെറ്റ്. അത് അതിന്റെ പുറത്ത് നമ്മളിവിടെ നടപ്പിലാക്കിയ നിയമത്തിന്റെ പ്രശ്നമല്ലേ. കോൺസ്റ്റിറ്റ്യൂഷനിൽ നോൺ ഡിസ്ക്രിമിനേഷൻ ബൈബിളിനകത്തൊക്കെ എഴുതി വെച്ചത്, അത് എഴുതിയത് തെറ്റാണോ? അത് ശരി. അപ്പൊ ഞാനിവിടെ വായിച്ചത് അപ്പൊ തെറ്റല്ലേ? ഒന്നുകൂടിയും വായിച്ചുതരാം. ലെവിറ്റിക്കസ് 25:45-46. യുവർ മെയിൽ ആൻഡ് ഫീമെയിൽ സ്ലേവ്സ് ആർ ടു കം ഫ്രം ദ നേഷൻസ് അറൌണ്ട് യു, ഫ്രം ദം യു മേ ബൈ സ്ലേവ്സ്. ഇതാണ് അവിടെ ഇത്, യു മേ ബൈ സ്ലേവ്സ്. ഇതേപോലെ തെറ്റായ ഒരു വാചകം നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പറയൂ. ഏതാണ് അത്? നിങ്ങൾ ലെവിറ്റിക്കസിൽ പറഞ്ഞത് അതിന് മലയാളം ഉണ്ടോ? ഇതിപ്പോ ഇംഗ്ലീഷിലാണ് ഞാൻ വായിച്ചത്. മലയാളം വേണോ? മലയാളം നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. മലയാളം ഒന്ന് എടുത്ത് വായിക്കാൻ പറ്റും? ഞാൻ ഒന്നുകൂടെ കേൾക്കാൻ വേണ്ടിയാ. കൃത്യമായിട്ട് മലയാളം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇതിനകത്ത് മലയാളം കാണുന്നില്ല. മലയാളം കിട്ടുമല്ലോ. മലയാളം അത് പോട്ടെ. ഇതിലിപ്പോ പറഞ്ഞത് ഇതാണ്. എന്താണ് എഴുതിയിരിക്കുന്നത്? അതായത് യു മേ ബൈ സ്ലേവ്സ് എന്നുള്ളൊരു വാചകം അതിനകത്തുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾക്ക് അടിമയെ വാങ്ങിക്കാം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ അടുത്ത സെൻറ്റൻസ് അത് ടെമ്പററി റെസിഡൻസ്, അവരിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങിക്കാം. അടുത്തത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള അടിമ നിങ്ങളുടെ കുട്ടികൾക്ക് ഇൻഹെറിറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. അതായത് എന്താണ് പറയുക, സ്വത്തായിട്ട് കൈമാറാൻ പറ്റും. അപ്പോൾ ഈ സാധനം ഈ സംഭവത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സാധനം പറയും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറയുന്ന മാതിരി തെറ്റായ സാധനമൊന്നല്ല ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതിനകത്ത് നോൺ ഡിസ്ക്രിമിനേഷൻ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങളല്ലേ പറഞ്ഞത്? ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു കോൺട്രഡിക്ഷൻ തോന്നലല്ലേ അത്. കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഇല്ലല്ലോ. കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് പറയുന്നു, ആർട്ടിക്കിൾ 14 എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? നോൺ ഡിസ്ക്രിമിനേഷൻ ആണ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങളത് തെറ്റാണെന്ന് പറയാം? ഡിസ്ക്രിമിനേഷൻ ഇല്ല, അതറിയാം. ഈക്വാലിറ്റി ആണ്. അപ്പൊ നിങ്ങൾ അവിടെ തോറ്റില്ലേ? അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തെറ്റായ ഒരു സാധനം നിങ്ങൾക്ക് കാണി. അപ്പൊ ഈ പറയുന്ന ഓൾഡ് ടെസ്റ്റ്മെന്റിനേക്കാൾ മെച്ചപ്പെട്ടത് കാണിച്ചു തരാൻ പറഞ്ഞു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ മെച്ചപ്പെട്ടതല്ലേ. അപ്പൊ പിന്നെ എന്തിനാണ് ന്യൂ ടെസ്റ്റ്മെന്റ് പിന്നാലെ നമ്മൾ പോണത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ള സംഭവമാണോ ബൈബിളിനകത്തുള്ളത്? എങ്ങനെ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ബൈബിളുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാല് ഒരു മനുഷ്യന്റെ സ്പിരിച്വൽ ആയിട്ട് അവനെ ഡെവലപ്പ് ചെയ്യുന്ന സംഭവമാണോ കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ളത്? ബൈബിളായിട്ട് ഇപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു മനുഷ്യനെ സ്പിരിച്വൽ ആയി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ് ബൈബിള്.
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾ പാലിക്കേണ്ടതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അതല്ലാണ്ട് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് തരുന്ന ബുക്കല്ലല്ലോ. അടിമയെ വാങ്ങിക്കാമെന്ന് പറയുന്നത് സ്പിരിച്വൽ ആണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, അതിനെ കുറിച്ച് എനിക്ക് അറിയണോ? എന്റെ മലയാളം ഞാൻ കൊണ്ടുവരേണ്ട കാര്യം എന്താ ഉള്ളത്? അടിമയെ വാങ്ങിക്കാമെന്ന് പറഞ്ഞത് ഒരിക്കലും സ്പിരിച്വൽ അല്ല. അല്ല, അത് ഞാൻ നേരത്തെ സംഭവിച്ച കേസാണ്. അപ്പോൾ ബൈബിൾ എന്ന് പറയുന്നത് സ്പിരിച്വൽ മാത്രമാണെന്നുള്ള വാദമാണ്. അല്ല, അതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അത് എന്താണ് ആ വേർഡ്, അതൊക്കെ ഒന്ന് പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് അത് ഞാൻ ചോദിക്കുന്നത്, അടിമയെ വെക്കാമെന്ന് പറയുന്നത് ഒരിക്കലും സ്പിരിച്വൽ അല്ല. അപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ബൈബിളിൽ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഓക്കെ, പക്ഷെ ഇനിയിപ്പോ ന്യൂ ടെസ്റ്റ്മെന്റ് എടുത്താൽ അതിനും ഈ പറയുന്ന സ്ലേവറിയെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ഒരെടുത്ത് കളയാം. ന്യൂ ടെസ്റ്റ്മെന്റ് സ്ലേവറിയെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതല്ലേ? സ്ലേവറി അനുവദിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം പറഞ്ഞുതരാം. ഒരു മിനിറ്റ് ഒന്ന് എടുത്താട്ടെ, ഒറ്റ സെക്കൻഡ്. ശരി തരാം. ബൈബിൾ അങ്ങ് പിടിച്ചളയാം. യെസ്, ഇതിപ്പോൾ ഈ എന്താണ് എഫെസിയൻസ്, അങ്ങനെയാണോ അതിന് വായിക്കുക? എഫെസിയൻ. അതിൽ 6:5. ഓക്കെ, സ്ലേവ്സ് ഒബേ യുവർ എർത്ത് മാസ്റ്റേഴ്സ് വിത്ത് റെസ്പെക്ട് ആൻഡ് ഫിയർ ആൻഡ് വിത്ത് സിൻസിയറിറ്റി ഓഫ് ഹാർട്ട് ജസ്റ്റ് ആസ് യു വുഡ് ഒബേ ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിനെ അനുസരിക്കുന്നത് പോലെ നിങ്ങളുടെ ഉടമയെയും അനുസരിക്കണം എന്ന് സ്ലേവ്സിനോട് പറയുന്നതാണ് ന്യൂ ടെസ്റ്റ്മെന്റിൽ ഞാനിപ്പോൾ വായിച്ചത്. അതോ? അത് അവിടെ പിന്നെ ഉടമയെ അനുസരിക്കണം എന്ന് പറയുന്നത് ഈ സ്ലേവുകളോടല്ല പറയുന്നത്. ഇത് സ്ലേവ്സ്, അതിന്റെ തുടക്കം അതാണ്. സ്ലേവ്സ് എന്നാണ് തുടക്കം. അല്ലല്ല, അത് സ്ലേവിനോട് പറയുന്ന ഒരു സംഭവമേ അല്ല. അതൊക്കെ നിങ്ങൾ അത് മിസ്റ്റേക്ക് ആണ് വായിച്ചത്. സ്ലേവ്സ് ഒബേ യുവർ എർത്ത് മാസ്റ്റേഴ്സ്. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ അതിന്റെ മലയാളം മാസ്റ്ററും വന്നു. അല്ല, അതിന്റെ മലയാളം അവിടെ നിങ്ങൾ വായിക്കാൻ ഫിയർ and with sincerity of heart just as you would obey Christ. ഇതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് മലയാളം വായിക്കേ. മലയാളം ഇംഗ്ലീഷിലും മലയാളത്തിൽ എന്താ? അപ്പൊ ശരി, അപ്പൊ നിങ്ങളുടെ യേശുക്രിസ്തു ഇംഗ്ലീഷ് അറിയില്ലേ? മലയാളം മാത്രമേ അറിയുള്ളൂ? എനിക്കറിയണമെന്നില്ലല്ലോ. എനിക്കിപ്പോ നിങ്ങൾ പറയുന്നില്ല ഇംഗ്ലീഷ് അറിയണമെന്നില്ല. അതുകൊണ്ട് യേശുക്രിസ്തു ഇംഗ്ലീഷ് അറിയാത്തല്ല. അങ്ങനെ ഒരു പരിമിതി ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ തോൽവി. നിങ്ങളെ യഹോവ ആരായിക്കോട്ടെ, അയാളുടെ തോൽവി. എനിക്കൊരു ഈ പിന്നെ 7140 ലാംഗ്വേജസ് ഉള്ള ഈ ഭൂമിയിൽ എനിക്കൊരു ഭാഷ അറിയാത്തത് എന്റെ തോൽവിയാ? തീർച്ചയായിട്ടും. നിങ്ങൾക്ക് ഈ 7140 ഭാഷ നിങ്ങൾക്ക് അറിയോ? അതിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് അറിയുന്ന ഭാഷയിൽ ഞാനത് വായിച്ചല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഇംഗ്ലീഷ് എനിക്ക് ആവശ്യമില്ല, മലയാളത്തിലൊന്ന് വായിക്കുന്നു പറഞ്ഞ. ഈ സാധനം ഇറക്കിയത് മലയാളത്തിലാണോ? ഈ ബൈബിൾ ലോകത്തിലെ എല്ലാ ഭാഷയിലും അവൈലബിൾ. ആരിറക്കി? എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ പറയുന്ന മലയാളത്തിൽ തന്നെ വേണമെന്ന് നിങ്ങൾ നിർബന്ധം പറയുന്നു? അങ്ങനെയല്ല, ഇംഗ്ലീഷിൽ വായിച്ചതിന് മലയാളം എങ്ങനെയാന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് അതിന്റെ. അല്ലാണ്ട് നമ്മൾ പറഞ്ഞു മലയാളത്തിൽ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്ലേവ്സ് ഒബേ യുവർ എർത്ത് അത് മലയാളത്തിൽ എങ്ങനെയാ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ. അടിമയെ, നിങ്ങളുടെ ഈ ലോകത്തുള്ള നിങ്ങളുടെ യജമാനനെ നിങ്ങൾ അനുസരിക്കുക വിത്ത് ബഹുമാനം ആൻഡ് ഭയം. അവിടെ അടിമ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല. നമ്മളിപ്പോ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മളെ മാസ്റ്റർ നമ്മൾ കീഴ്പ്പെടണം എന്ന് തന്നെയാണ് ആ പറയുന്നത്. ഓഹോ, അത് ശരി. അതല്ലാണ്ട് അടിമ ഉടമ സമ്പ്രദായം അല്ല. എന്താ ജോലി? എനിക്ക് ജോലിയുണ്ട്, ഒരു ജോലിയുണ്ട്. എന്താ ജോലി? ഞാനൊരു ജോലി ചെയ്യുന്നുണ്ട്. സാധാ പണിയാണ്, കൂലിപ്പണിയാണ്. കൂലിപ്പണിയാണ്. അപ്പൊ നിങ്ങൾക്കൊരു കയ്യാളുണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ അയാളോട് അങ്ങനെയാണോ പറയാ? ഞാൻ നിന്റെ യജമാനനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ യജമാനൻ നിങ്ങളോട് പറയാണ്, എന്താണ് നൗഫലെ എന്നെ നീ ബഹുമാനിച്ച് നിന്നോളണം എന്ന് പറഞ്ഞാൽ, എന്നെ പേടിച്ച് നിന്നോളണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിച്ച് നിൽക്കുമോ അയാളെ? അതിനകത്ത് അവിടെ പേടിച്ച് നിന്നോളണം എന്നല്ല, കീഴ്പ്പെടണം എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത് റെസ്പെക്ട് ആൻഡ് ഫിയർ. വിത്ത് റെസ്പെക്ട് ആൻഡ് ഫിയർ എന്ന് പറഞ്ഞാൽ അതിന്റെ വിത്ത് റെസ്പെക്ട് ആൻഡ് ഫിയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളെ സ്ഥാപനത്തിൽ നിങ്ങളെ ജോലിക്കാർ ഒരു ഞാനൊരു ജോലി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ അവിടെ നിൽക്കുന്ന ഭയഭക്തിയോട് കൂടിയൊന്നല്ല. നമ്മളൊരു ജോലി ചെയ്യുന്നു, വാങ്ങുന്നു, അതിനിവിടെ ലേബർ നിയമങ്ങളുണ്ട്. അങ്ങനെ നമ്മളുടെ യജമാനൻ അല്ലെങ്കിൽ നമ്മളുടെ മുതലാളി നമ്മളുടെ മേത്ത് അങ്ങനെ മെക്കിട്ട് കയറിയാൽ അത് ഇവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. അല്ലെങ്കിൽ ആ ജോലി ഉപേക്ഷിച്ച് വേറെ സ്ഥലത്ത് പോകാനുള്ള അവസരം ഇവിടെ ഉണ്ട്.
അങ്ങനെ മെക്കിട്ട് കയറുന്ന സംഭവം അല്ല നിങ്ങൾ ഇപ്പൊ എടുത്തത്. പോകട്ടെ, ഇനി പോട്ടെ. നിങ്ങളുടെ മുതലാളി അല്ലല്ല അങ്ങനെയല്ല. നിങ്ങളുടെ മുതലാളി നിങ്ങളെ അടിമ എന്ന് വിളിച്ചാൽ നിങ്ങൾ അത് കേട്ടോണ്ടിരിക്കുവോ? അടിമയെ വിളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അവിടെ അവിടെ ഒരു എക്സാമ്പിൾ പറയല്ലേ, നമ്മൾ മറ്റുള്ള അതോറിറ്റിക്ക് അധികാരത്തിൽ കീഴ്പ്പെട്ട് നിൽക്കേണ്ടത് എങ്ങനെ? 5 വേഴ്സ് ആണ് ഞാൻ വായിച്ചത്. ഏതെങ്കിലും അതിന്റെ മലയാളം നിങ്ങൾ വായിച്ചിട്ടില്ല? മലയാളം ഒന്നും വായിച്ചു. ഇംഗ്ലീഷിലുള്ള വേഴ്സ് ആണ് ഞാൻ വായിച്ചത്. സ്ലേവ്സ് അത് മലയാളത്തിൽ വായിക്കും. ഇത് മലയാളത്തിൽ വായിച്ചാലും അടിമയെന്നാണ്. അടിമയെന്നൊന്നുമല്ല. യുവർ earthly masters with respect and fear. ഞാൻ ഇപ്പോഴും ആണത്. അപ്പൊ നിങ്ങളുടെ പുതിയ നിയമം ഇപ്പൊ ചീറ്റി. ഇനി എന്ത് ചെയ്യും? എങ്ങനെ ചീറ്റി? നിങ്ങൾ തന്നെ പറയാം, നിങ്ങൾ തന്നെ എല്ലാം പറഞ്ഞിട്ട് ചീറ്റി എന്ന് പറയാം. ഇത് അത് ശരി, അടിമയോട് പറയുന്ന കാര്യമല്ലേ? നിങ്ങൾ ലേഖനം എടുത്തു. ആ ലേഖനം എത്രാമത്തെ പറഞ്ഞേ? എഫെസിയൻസ് 6:5. 6:5 അതൊന്ന് മലയാളത്തിൽ എടുത്തിട്ടൊന്ന് വായിക്കും. പുസ്തകമല്ലേ, നിങ്ങൾ പോയി എടുത്ത് വായിക്കേ. എനിക്കിപ്പോ ഇതാണ് നിങ്ങൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ മതി. എനിക്ക് ഈ ഭാഷ എനിക്കറിയാം. എനിക്കിപ്പോ മലയാളത്തിൽ വായിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്കല്ലേ മലയാളം, നിങ്ങൾ പോയി വായിക്കൂ. ശരി, അപ്പൊ ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ട് സമർത്ഥിച്ച് ശരിയാണെന്ന് പറയാൻ പാടുണ്ടോ? ഇത് കറക്റ്റ് ആണല്ലോ. എനിക്ക് ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവുമല്ലോ, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. മലയാളത്തിലല്ലേ? സ്ലേവ്സ് obey your earthly masters with respect and fear. അതങ്ങനെയല്ല. അതങ്ങനെ നിങ്ങളിപ്പോ മലയാളം ബൈബിൾ എന്റെ കയ്യിൽ ഇല്ലാത്തോണ്ടാണ് ഞാൻ വായിക്കാത്തത്. നിങ്ങളുടെ കയ്യിൽ എന്ത് ബൈബിളാ ഉള്ളത്? നിങ്ങൾ പോയി എടുത്തോ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഒന്നുമില്ല, ഞാൻ കൊണ്ട് നടക്കാറില്ല. ഇപ്പൊ എവിടെയുള്ളത്? നിങ്ങൾ വീട്ടിലല്ലേ? ഞാൻ വീട്ടിലല്ല. പോയിട്ട് എടുക്കൂ. മൊബൈലില്ലേ? മൊബൈലിൽ എടുക്കണം. മൊബൈലിൽ എടുക്കാൻ സമയത്ത് എടുക്കും. അതുകൊണ്ട് സമയമൊന്നും എടുക്കില്ല. ഞാൻ വെയിറ്റ് ചെയ്തല്ലോ. എത്ര സമയം വേണേലും ഞങ്ങൾക്ക് തരാം. നിങ്ങൾ സാവധാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല? ഇല്ല, എന്റെ കയ്യിൽ ഇംഗ്ലീഷേ ഉള്ളൂ. മലയാളം കിട്ടൂല മൊബൈലിൽ? കിട്ടില്ല. എന്നാ പിന്നെ ആ വിഷയം നമുക്ക് അവിടെ വരും. അങ്ങനെ പറ്റൂലല്ലോ. അത് നിങ്ങൾ പറഞ്ഞിട്ട് പോയാൽ മതി. അത് പറഞ്ഞിട്ട് തന്നെ ഞാൻ പോകുന്നു. എന്നാ നിങ്ങൾ പറയൂ, ഈ സ്ലേവ്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താണ്? അതിന്റെ മലയാളം സ്ലേവ് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം എന്താണ്? അതന്നെ എത്രയും നേരം എടുത്ത അതിന്റെ മലയാളം നിങ്ങൾ എടുക്കുക. ഞാൻ സ്ലേവ് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം എന്താണ്? സ്ലേവ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ? അടിമ. അപ്പൊ അതന്നെയല്ലേ ഇവിടെ ഞാനും പറയണത്. എന്താണ് അവിടെ പറഞ്ഞതൊന്ന് കൃത്യമായിട്ട് വായിക്കും. Slaves, obey your earthly masters with respect and fear, and with sincerity of heart, just as you would obey Christ. ഇനി ഇതിനെ മലയാളം എന്ന് പറഞ്ഞ നിങ്ങള് പറ. മലയാളം നിങ്ങൾ പറഞ്ഞായി. ശരി, അപ്പൊ സ്ലേവ്സ് എന്ന് പറഞ്ഞ അടിമ എന്ന് സമ്മതിച്ചോ? ഒബേ എന്ന് പറഞ്ഞാൽ എന്താണ്? അനുസരിക്കുക. യുവർ earthly masters എന്ന് പറഞ്ഞ എന്താണ്? യജമാനനെ. വിത്ത് റെസ്പെക്ട് എന്ന് പറഞ്ഞ എന്താണ്? ബഹുമാനത്തോടെ. വിത്ത് ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻഡ് ഫിയർ, ഭയഭക്തിയോടെ. ആൻഡ് വിത്ത് സിൻസിയറിറ്റി ഓഫ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയത്തോടെ. ജസ്റ്റ് ആസ് യു വുഡ് ഒബേ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിനെ നിങ്ങൾ അനുസരിക്കുന്ന പോലെ. ഇനി മൊത്തത്തിലൊന്ന് മലയാളത്തിൽ പറഞ്ഞേ. അതായത് ക്രിസ്തുവിനെ നമ്മൾ കീഴ്പ്പെടുന്നത് പോലെ അനുസരിക്കുന്നത് പോലെ നിങ്ങൾ യജമാനും നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കണം എന്നാണ് അവിടെ പറഞ്ഞത്. ആരോട് പറഞ്ഞു? ആരോട് പറഞ്ഞു? ഇപ്പൊ ഞാനിപ്പോ ആരോട് പറഞ്ഞു? ആരോട് പറഞ്ഞു? നിങ്ങൾ അടിമകളാണോ ഈ പറഞ്ഞത്? അതല്ലേ നിങ്ങൾ ആദ്യം പറഞ്ഞ സ്ലേവ് എന്ന് പറയുമ്പോൾ അടിമ എന്ന് നിങ്ങൾ തന്നെയല്ലേ അർത്ഥം പറഞ്ഞേ. അതെപ്പോ വിഴുങ്ങണേ? അത് അടിമ വ്യവസ്ഥയോടെ അടിമ വ്യവസ്ഥയൊന്നും ക്രിസ്ത്യാനിറ്റിയിൽ ഇല്ല. പിന്നെ ഇതെന്തിനാണ് എഴുതി വെച്ചിരിക്കണേ? അത് നിങ്ങൾ വായിച്ചോ. അതുകൊണ്ടല്ലേ മലയാളം വായിക്കാൻ. നിങ്ങളിപ്പോ കാക്കാമാരെ വിളിച്ചിട്ട് ചോദിച്ചു നോക്കിയേ. ഇപ്പൊ അടിമ വ്യവസ്ഥിതി ഇപ്പൊ അടിമയെ പൂഷണ കാര്യം പറയുമ്പോ എന്താ മുസ്ലിങ്ങൾ പറയാറ്? അടിമ വ്യവസ്ഥ ഒന്നും ഇപ്പൊ ഇല്ല ബായി. ഇതന്നെയല്ല എന്നോടും പറയാം. ഇപ്പൊ നിങ്ങളും അതന്നെ പറയുന്നത്. ഇതെന്താ വ്യത്യാസം? അവിടെ അടിമ വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യുന്നത് അവിടെ പറയണത് സ്ലേവ്സ് എന്ന് വിളിച്ചപ്പോ എന്താ അതിന്റെ മലയാളം പറഞ്ഞേ? അതെന്തോ ആ വായിച്ചതിന്റെ കുറച്ച് മുകളിലുള്ള ഭാഗം താഴോട്ടും വായിക്കാൻ വേണ്ടിയാണ് ഈ മലയാളം നിങ്ങളോട് എടുക്കാൻ പറഞ്ഞത്. എനിക്ക് വയ്യ. ഇതിപ്പോ കാക്കാമാര് പറയണേലും മോളി വായിക്കും, താഴെ വായിക്കും. അങ്ങനല്ല, അത് വായിക്കണം. ഒരു സംഭവം ഒരു കഥ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ ഇതിന്റെ അർത്ഥം ഉണ്ടെങ്കിൽ സൗകര്യം നീ പറയില്ലേ വെച്ചിട്ട് പോകും. അപ്പൊ നിങ്ങൾ സൗകര്യത്തിനുള്ളത് പറയുന്നത്. എനിക്കിപ്പോ അതാ പറഞ്ഞേ. ഇതിപ്പോ നിങ്ങൾ ഇത് ടെസ്റ്റ് ഡ്രൈവ് എടുക്കാത്ത ഒരു കോയ, അത്രേ ഉള്ളൂ. ഒരു ക്രിസ്ത്യൻ കോയ. നിങ്ങൾ ഈ സാധനം എടുത്ത് വെച്ചാൽ നിങ്ങൾ ഈ പറയുന്ന യേശു ക്രിസ്തുവിനെയും ഈ പറയുന്ന മോസസിനെയും യഹോവനെയൊക്കെ വലിയ പൊക്കി
അടിച്ചു. ഈ പറയുന്ന ഓൾഡ് ടെസ്റ്റമെന്റ് എടുത്തപ്പോൾ അതിൽ കാണുന്നത് അടിമയെ വെക്കാനും പൂശാനും പറയുന്നത്. ന്യൂ ടെസ്റ്റമെന്റ് എടുത്തപ്പോൾ അതിലും പറയുന്നത് ഭയഭക്തിയോട് കൂടി നിൽക്കണം, പൂശാനും നിൽക്കാനും ഒക്കെ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അതിനകത്ത്. ഇതിലെന്താ വ്യത്യാസം? അത് ചോദിച്ചപ്പോൾ പറഞ്ഞു മോളി വായിക്ക് താഴേക്ക്. ഇതന്നെയല്ലേ കോയമാരും പറയുന്നത്. ഇപ്പൊ പറയുന്നത് അതിന്റെ അർത്ഥം അതല്ല, ഇന്ന് അടിമവസ്ഥ ഇല്ലല്ലോ എന്ന്. ഇതന്നെയല്ലേ കോയമാരും പറയും. നിങ്ങളും കോയമാരും എന്താ വ്യത്യാസം? നിങ്ങളും കോയമാരും തമ്മിൽ എന്താ വ്യത്യാസം? പിന്നെ എന്തുകൊണ്ടാണ് സ്ലേവ്സ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോ പിന്നെ ആരോടാ പറയണത്? സ്ലേവ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു സ്ലേവ് എന്നൊരു വേർഡ് അതിലുള്ളത് കൊണ്ട് അതൊരു അടിമയോട് പറഞ്ഞതാണ് അർത്ഥം. സ്ലേവ് എന്നുണ്ട്, മാസ്റ്റർ എന്നുണ്ട്, ഭയഭക്തി എന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ അവിടെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല? എന്നിട്ട് അത് എന്താ പറയുന്നത്? നിങ്ങൾ ക്രിസ്തുവിനോ എങ്ങനെയാണോ കാണുന്നത് അതേമാതിരി നിങ്ങൾ അടിമകൾ യജമാനന്റെ മുന്നിൽ നിൽക്കണമെന്ന്. എങ്ങനെ ഒരു അടിമ യജമാനന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ എന്ന് മാത്രമല്ല പറയുന്നത്, അടിമത്തത്തിന് സപ്പോർട്ട് ചെയ്യുന്ന വാക്കാണോ? പിന്നെ ഇതെന്താ പറയുന്നത്? അടിമത്തത്തെ ഈ സപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നെ എന്തിനാണ് ഇത് ഇവിടെ എഴുതി വെക്കണത്? അതൊരു എക്സാമ്പിൾ പറയുന്നല്ലേ. എക്സാമ്പിൾ എന്തിനാണ് എഴുതി വെക്കണത്? അടിമത്തം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എഴുതി വെക്കണത്? അത് ശരി, അടിമത്തം ഇല്ലാന്ന് വെച്ചിട്ട് അവിടെ എക്സാമ്പിൾ പറയാൻ പാടില്ല. അത് ശരി. ഇന്നിപ്പോ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അടിമകളെ കുറിച്ചുള്ള പറയുന്ന ഒരു വാചകം നിങ്ങൾ കാണിച്ചു തരൂ. കാണിച്ച അടിമയെ എങ്ങനെ തല്ലണം എന്നാ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്? പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാ പറയാത്തെ? അടിമ തന്നെ ഇല്ലല്ലോ. പിന്നെ അടിമ ഇല്ലെങ്കിൽ അതിനെ കുറിച്ച് സാധനം എഴുതണ്ടെന്നുള്ള കാര്യം അപ്പൊ നിങ്ങൾക്കും അറിയാം. അപ്പൊ പിന്നെ ഈ സാധനം എഴുതി വെക്കുന്ന എന്തുകൊണ്ട്? അന്ന് അടിമ ഉണ്ടായിരുന്നു. അപ്പൊ അടിമകളെ വെക്കാനും പൂശാനുള്ള അനുവാദം കൊടുത്ത് അതും കണ്ട് കണ്ണുടച്ച് നോക്കി നിന്ന് യേശു ക്രിസ്തു ഈ പറയുന്ന ക്രിസ്തു മതം ഉണ്ടായിട്ട് നിങ്ങൾക്ക് അതിനെ വെളുപ്പിക്കാൻ നാണം ഉണ്ടാന്ന് ഞാൻ ചോദിക്കണേ. ഇതിന്റെ നിങ്ങൾ ഇവിടുന്ന് ഈ ചാണകക്കുഴിയിൽ നിന്ന്, ഈ ഒട്ടക ചാണകക്കുഴിയിൽ നിന്ന് ചാടിയിട്ട് നിങ്ങൾ വേറെ ഈ മറ്റേ കുഞ്ഞാടിന്റെ ചാണകക്കുഴിയിലേക്കല്ലേ നിങ്ങളിപ്പോ ചാടി? ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്കിത് പഠിപ്പിക്കാനോ ഞാൻ പഠിപ്പിച്ചിട്ട് കുറെ ആളുകളെ കൊണ്ടുവരാനൊന്നും പോകുന്ന ആളൊന്നുമല്ല. അതൊന്നും ഞാനും പറഞ്ഞില്ലല്ലോ. പക്ഷെ നിങ്ങൾ ഇവിടെ പറഞ്ഞു എന്താണ് ഇതിനേക്കാൾ മെച്ചം അതാണെന്ന് പറഞ്ഞു. അടിമത്തത്തിന്റെ വിഷയം എടുത്താൽ തന്നെ ഇതിനേക്കാൾ കുഴപ്പമില്ല ഇത്. എന്ത് കുഴപ്പം? നിങ്ങൾ വെക്കാൻ പറയുന്നു, പൂശാൻ പറയുന്നു, ഇതേപോലെ ഭയഭക്തിയോടുകൂടി നിൽക്കാൻ പറയുന്നു, ഭയഭക്തിയോടുകൂടി നിൽക്കാൻ പറയുന്നു. ഇതൊക്കെ ശരിയാണോ? അല്ല, നിങ്ങൾ ഒരു സംഭവം എടുത്തിട്ട് അതിന്റെ ശരിയായ വശങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ കുറെ കേട്ടിട്ടുള്ളതാണ് എന്റെ പൊന്നിന് നൗഫലെ. കോയമാരോട് നിങ്ങൾ ഈ പറയുന്ന കൃത്യമായ ഒരു അർത്ഥം പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ അത് നിങ്ങൾ എവിടുന്ന ഒരു സാധനം എടുത്ത് ഇപ്പം എവിടുന്ന ഒരു സാധനം FSCNs 6-5 നിങ്ങളുടെ കയ്യിൽ മലയാളം ഉണ്ടെങ്കിൽ എടുത്ത് വായിക്കാം, സമയം ഞാൻ തരാന്ന് പറഞ്ഞു. നിങ്ങൾ എടുക്കാത്ത ഞാനത് എടുത്ത് നോക്കിയിട്ട് പഠിച്ചിട്ട് നിങ്ങൾ ഇനിയും കോൾ ചെയ്യും. നിങ്ങളെ ഫോൺ കിട്ടുമല്ലോ, ബേജാറാവണ്ട. ശരി, ആയിക്കോട്ടെ. ഞാനതല്ല പറഞ്ഞു. ബൈബിളിനകത്ത് ഇപ്പൊ ചെകുത്താനെ കുറിച്ച് ദൈവം എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളുടെ പ്രശ്നം ദൈവം എന്നല്ല, അടിമത്തം. അത് മാനവിക വിരുദ്ധമാണ്. അതാണ് ഞാൻ പറയുന്നത്. പിശാചിന് ദൈവം തന്നെ വിളിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം പിശാച് ദൈവമാണോ? അതല്ലല്ലോ നമ്മുടെ പ്രശ്നം. ഇത് മനുഷ്യനെ ബാധിക്കുന്ന മനുഷ്യനെ ബാധിക്കുന്ന നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് അടിമത്തം. ഇത് ഇസ്ലാമിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇസ്ലാം മതത്തെ ഉപേക്ഷിച്ചത്. അതിനേക്കാൾ കൂടിയ ലെവലിൽ ഇതേ സാധനം കൊണ്ടു നടക്കുന്ന സാധനമാണ് ക്രിസ്ത്യാനിറ്റി. അതാണ് ഇവിടെ കണ്ടത്. എന്നിട്ട് നിങ്ങൾ പറയുന്നത് അതാണ് ബെറ്റർ. അതെങ്ങനെ ശരിയാവും? നിങ്ങൾ പഠിച്ചോടത്ത് മനസ്സിലാക്കി ഒരു തെറ്റായ ഞാൻ പറഞ്ഞു ലെവിറ്റിക്കസ് 25:44 your male and female slaves are to come from the nations around you. From them you may buy slaves. നിങ്ങൾക്ക് അടിമയെ വാങ്ങിക്കാം. You may also buy some of the temporary residents living among you and members of their clans born in your country and they will become your property. നിങ്ങളുടെ വസ്തുവായിട്ട് മാറും ഈ പറയുന്ന സാധനത്തിലുള്ള. You can bequeath them to your children as inherited property and can make them slaves for life. നിങ്ങളുടെ ജീവിതം മൊത്തം നിങ്ങൾക്ക് അതിന് അടിമയായിട്ട് കൊണ്ടു നടക്കാം. ഇത് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പറയാണ്. ഇത് നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തു മതത്തിൽ നിന്ന് ഔട്ടാണ്. അത്രേ ഉള്ളൂ. ശരിയല്ലാത്തൊരു സംഭവം നിലനിൽക്കണം യാതൊരു നിർബന്ധമില്ല. അതിലുള്ള ശരികളുണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കേണ്ട കാര്യമുള്ളൂ. തീർച്ചയായിട്ടും അത് നല്ലൊരു. അല്ലാണ്ട് ഇതിനെ തോങ്ങി പിടിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. ഇതിൽ എന്റെ ലാഭം എന്ന് പറഞ്ഞത് എന്റെ ആത്മീയ ജീവിതത്തിലേക്ക് വരുന്ന മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിലുള്ള എനിക്കുള്ള ബെനിഫിറ്റ് അത് എനിക്ക് ബൈബിളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ രീതിയിൽ പോകുമ്പോൾ അത് അനുഭവിക്കുന്നവർക്കറിയാം, അല്ലാത്തവർക്കറിയില്ല. ആയിക്കോട്ടെ, നിങ്ങൾ അനുഭവിച്ചോളൂ. ഡിങ്കനിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഡിങ്കന്റെ മഹത്വം മനസ്സിലാവുള്ളൂ. ഡിങ്കന്റെ മഹത്വം ഞാൻ കുറെ വായിച്ചതാണ്. ഡിങ്കനെ കാണാനില്ലല്ലോ. ഡിങ്കനെ നിങ്ങൾ വെറുതെ കളിയാക്കണ്ട. ഇപ്പൊ ഡിങ്കനെ കാണാനില്ലല്ലോ. അങ്ങനെ കാണും. ഡിങ്കനൊക്കെ ഇവിടെ വരും. അതൊക്കെ സമയമാകുമ്പോ ഇറങ്ങും. ഡിങ്കന്റെ പെൻഡിങ് നിർത്തിയോ? ഡിങ്കനൊക്കെ സമയമാകുമ്പോ വരും. മുമ്പില് ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ എന്ത് നിലനിൽക്കും? ഡിങ്കനൊക്കെ ഡിജിറ്റലാണ്. നിങ്ങൾ വരുന്നേ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ഡിങ്കനല്ല, യേശുക്രിസ്തു ഒരു വരവും കൂടെ വരുന്നുണ്ട്. അതാ പറഞ്ഞേ. അപ്പൊ ഡിങ്കൻ വേഴ്സസ്
യേശു ക്രിസ്തു. നമുക്ക് കാണാലോ ആരാ ജയിക്കാൻ പോണേ. നിങ്ങൾ നിങ്ങളെ യൂറോപ്പിൽ ക്രിസ്ത്യൻ പള്ളി ഇതേ പൂട്ടിയിട്ട് അവിടെ ബാറും അവിടെ മുസ്ലിങ്ങൾ പള്ളിയാക്കുന്നു, അവിടെ ജിമ്മാക്കി മാറ്റുന്നു. അതെങ്കിലും പോയി ഒന്ന് രക്ഷിക്കാൻ പറ്റും. യേശു ക്രിസ്തു വരുമ്പോൾ ഒരു പള്ളിയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, യൂറോപ്പില് അവിടെ ക്രിസ്ത്യൻ പള്ളികൾ പൂട്ടി അവിടെ ജിമ്മും ബാറും ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പള്ളിയെങ്കിലും ബാക്കി പിടിച്ചു വെക്കാൻ പറയും. ഒരു കുരിശ് പോലും കാണാത്ത യേശു ക്രിസ്തു അന്തം വിട്ട് നിൽക്കും. ഇതെന്താ മൊത്തം യൂറോപ്പിൽ ഇത് അടച്ചുപൂട്ടുന്നതിനനുസരിച്ച് ഒരു 1000 അവിടെ അടച്ചുപൂട്ടി ബാറാക്കും 10,000-കണക്കിന് വേറെ ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. അതെന്താ പറയാത്തെ? അതില്ലല്ലോ അവിടെ. അതില്ലാന്നെങ്ങനെ നിങ്ങൾ പറയാ? കണക്കുകളുള്ളതുകൊണ്ട് ആര് പറഞ്ഞു? നിങ്ങൾ അടിച്ചു നിങ്ങൾ ഈ പരസ്യം എടുത്ത് നോക്കൂ. ഈ ചർച്ച് വാങ്ങിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരൂ എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിലും ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിലും കാണാം. ഇത് ചർച്ചകൾ വെക്കുന്നത് ഒരു ചർച്ച് ബാറാക്കിയതൊന്നും ദൈവം ഇല്ലാത്തതിന്റെ അടിസ്ഥാനം അല്ലല്ലോ. അതല്ല, ക്രിസ്ത്യാനികൾ ഇല്ലാതെയാവാണ്. അതാണ് ഈ പറയുന്നത്. ക്രിസ്ത്യാനികൾ എവിടെയുണ്ടാവുന്നത്? ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന വിശ്വാസ രൂപം അല്ലെങ്കിൽ ഏത് ആൾക്കൂട്ടമാണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളൊന്ന് പറ. ഏത്തീസം, നോൺ റിലീജിയസ് ഗ്രൂപ്പ്. അതെ. എവിടെ വളരുന്ന? യൂറോപ്പിലോ? എല്ലായിടത്തും ലോകത്ത്. അതൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നു. അത് വെറുതെ പറയുന്നല്ല, നമ്മൾ കണക്കാവും. അതൊക്കെ വെറുതെ തോന്നുന്നു. ദൈവം ഇല്ലാത്ത ആളുകളുണ്ടാവും. ഓക്കെ, ശരി, ഓക്കെ. അപ്പൊ എന്നാവട്ടെ. അപ്പൊ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ആയത്. അതല്ല, ഈ പറയുന്ന സാധനത്തിലെ മണ്ടത്തരങ്ങൾ മനസ്സിലായതുകൊണ്ട് ആളുകൾ അതിന് ഓടി അകലുന്നു. ഇതാ ഞാൻ പറഞ്ഞോളൂ. ഓക്കെ, അത് ആളുകൾ ഓടി അകന്നോട്ടെ. ഇതിനേക്കാളും നല്ല സാധനമാണല്ലോ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അതെ, അത്യാവശ്യം സമാധാനം ഉണ്ട്. സമാധാനമില്ല ആർക്കും ഇല്ലാത്ത ഭൂമിയിൽ എല്ലാവർക്കും സമാധാനം അത് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ശരി, എന്നാൽ ബൈ. പോയി പഠിക്കൂ അടിമത്തത്തെ കുറിച്ച്. ഓക്കെ, നിങ്ങളും പഠിച്ചോളൂ നന്നായിട്ട്. നമ്മളിതേ പഠിച്ചോണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ കാരണം ഇപ്പൊ നിങ്ങൾ പഠിച്ചില്ല. നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് പെറുക്കിയിട്ടുള്ള വാദങ്ങളാണ്. ഞാൻ വിളിക്കും. അത് നിങ്ങൾ വായിച്ച് വിളിച്ചോളി, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇത് നിങ്ങൾ പറയാ ലെവിറ്റിക്കസ് 25:44 നമുക്ക് ഇസ്ലാമിൽ പറയുന്ന അതേ സാധനം, അതിനേക്കാൾ കൂടിയ സാധനങ്ങളാണ് പറയുന്നത്. സോ ഇതൊക്കെ കണക്ക് തന്നെയാണ്. ഓൾ ആർ മാത്തമാറ്റിക്സ്. ഓക്കെ, അപ്പൊ ശരി. പിന്നെ എന്നാ എന്റെ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഏതാണ് ഇപ്പൊ ശരി? ഏതാ ശരിയെന്നോ? ഒരു മതവും ശരിയല്ല, എല്ലാം മണ്ണാങ്കട്ടയാണ്. അപ്പം മതങ്ങൾ വിട്. അപ്പം മനുഷ്യന് മുന്നോട്ട് പോകാനുള്ള ഏതാ ശരി? മനുഷ്യന് മുന്നോട്ട് പോകാൻ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട് ആധുനിക മൂല്യങ്ങൾക്ക് അടിസ്ഥാനത്തിൽ. ഏതാണ് ആ നിയമങ്ങളെന്ന് പറഞ്ഞത്? ഇപ്പൊ അതെ നേരത്തെ പറഞ്ഞല്ലോ, ഈ അടിമത്തം നിരോധിച്ചത് ആരാണ്? ഏത് ദൈവത്തിനാ പങ്കുള്ളത് അടിമത്തം നിരോധിക്കുന്നതിൽ? ഒരു ദൈവത്തിനും പങ്കില്ല, മനുഷ്യനുണ്ടാക്കിയ നിയമമാണ്. ഈ ഓരോ മതഗ്രന്ഥം എടുത്തു കഴിഞ്ഞാൽ അതിൽ എല്ലാത്തിലും ഈ പറയുന്ന അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. തെറ്റൊന്നുമല്ല. നിങ്ങൾ വല്ല ക്രിസ്ത്യൻ പള്ളിയിലും പോയി പറഞ്ഞാൽ മതി. ഓക്കെ, ഇവിടെ ഞാൻ പച്ചക്കാണ് വായിച്ചു കേൾപ്പിച്ചത്. വായിച്ചോടത്ത് എന്താ തെറ്റുള്ളത്? അടിമയെ വാങ്ങിക്കാൻ വെക്കാൻ പൂശാൻ എന്ത് തെറ്റ്? ഇംഗ്ലീഷിൽ വായിച്ചാൽ, മലയാളത്തിൽ വായിച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ. അത് നിങ്ങൾ വീണ്ടും അത് നിങ്ങൾ ഇരുന്ന് വായിച്ചോ. അത് എന്നോട് വായിക്കാൻ എന്തിനാണ്? നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവാത്ത എന്റെ കുഴപ്പമില്ലല്ലോ. അപ്പൊ പോയി മലയാളത്തിൽ ഇരുന്ന് വായിച്ചിട്ട് സമാധാനമായി. നിങ്ങൾ ഇംഗ്ലീഷിൽ വായിച്ചിട്ട് മീനിങ് പറയുന്ന മാത്രം ഞാൻ അംഗീകരിക്കണമെന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് പറയാനുള്ള ബോധമൊന്നും അതിനുള്ള അവകാശമൊന്നും നിങ്ങൾക്കില്ല. തെറ്റാണെന്ന് പറയണേ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിക്കോന്നേ. അതെ, അത് ഞാൻ മനസ്സിലാക്കണമെന്ന് നിർബന്ധം പറയണത്. നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പദ്ധതിയും പ്ലാനും എന്താന്ന് ചോദിച്ചത്. സമാധാനമായിട്ട് ഇവിടെ ആധുനിക നിയമങ്ങളുണ്ട്, അതനുസരിച്ച് പോവാ. നിങ്ങളിപ്പോ വണ്ടി ഓടിക്കുമ്പോ റെഡ് ലൈറ്റ് കാണുമ്പോൾ നിർത്തുന്നത് ബൈബിളിൽ ഏത് വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്? വണ്ടി ഓടിക്കുമ്പോൾ റെഡ് ലൈറ്റ്, അത് ഇവിടെയുള്ള നിയമം അനുസരിച്ച്. അതേപോലെ പല നിയമങ്ങളുണ്ട്. അത് നോക്കിയും കണ്ടൊക്കെ ജീവിച്ചാൽ മതി, ഒരു കുഴപ്പമുണ്ടാവില്ല, സമാധാനമായിട്ട് ജീവിക്കാം. ഏതാണ് നിങ്ങൾ പറയൂ, ഏതാണ് തെറ്റുള്ള നിയമം? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ തെറ്റായ ഒരു നിയമം പറയാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഒരെണ്ണം പറഞ്ഞു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമാണോ ലോകത്ത്? ഒരു ഉദാഹരണം പറയാൻ വേണ്ടി പറഞ്ഞാണ്. നിങ്ങൾക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോലും അറിയില്ല, പിന്നെയാണ് ഞാൻ ഇനി അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചോദിക്കേണ്ടത്. അല്ല, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നിങ്ങൾ ഇന്ത്യയിലല്ല ഇപ്പൊ ജീവിക്കുന്നത്. നിങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ നിയമമല്ല ഇവിടെ അനുസരിക്കുന്നത്. നിങ്ങൾ അതിലെ ഒരു മാനവരാശിയൊക്കെ, നിങ്ങളിപ്പോ മാനവരാശി എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ഇന്ത്യയിൽ ജീവിക്കും, ഇന്ത്യൻ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഇന്ത്യയിലല്ലേ ജീവിക്കണത്?
അത് ശരി. നാളെ ഞാൻ ഇവിടെ ഉണ്ടാകുന്നുണ്ടോ? നിങ്ങൾ ഇനി എവിടെ പോയിക്കോട്ടെ, അവിടെ ഒരു നിയമം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സാധനം നിങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഇപ്പൊ ഇന്ത്യയിലുള്ളത് ഞാൻ ചോദിച്ചു, 100% പെർഫെക്റ്റ് ആവണ്ടേ? പെർഫെക്റ്റ് ആക്കിക്കൊണ്ടേയിരിക്കാണല്ലോ. പോട്ടെ, ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, എന്നാൽ ശരി, അതാവുന്ന കാലത്ത് നമുക്ക് അപ്പൊ മതത്തിലെ നിയമം 50% പോലും ശരിയില്ലല്ലോ. ശരി, മൂപ്പര് മിക്കവാറും ക്രിസ്ത്യാനിയും വിടും കേട്ടോ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.